Good afternoon, all of you. Now, let's move on to afternoon session, Understanding of PCB, Layouts, Single Layer PCB, handled by Mr. Sanal Kumar C. and Nishil RN. Good afternoon. നമ്മുടെ FTB പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ആഫ്റ്റർനൂൺ സെഷനിലേക്ക് സ്വാഗതം. ഫോർമൽ സെക്ഷൻ നിങ്ങൾ അത് ഭംഗിയായിട്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. സുരേഷ് സാറ് പ്രോജക്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിലെങ്ങനെയാണ് സർക്യൂട്ട്സ് വരയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായി ഒരു ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. സാറിൻ്റെ ക്ലാസ് നാളെ മോർണിംഗ് സെഷനിൽ ഇനി ഉണ്ടാകും. ശരിക്കും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നതെന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് PCBs ലേഔട്ട്, PCB മേക്കിംഗ്, സിംഗിൾ ലെയർ PCB, മെയിനായിട്ട് സിംഗിൾ ലെയർ PCBയുടെ മേക്കിംഗ്. ഒരു ഓൾഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫെസിലിറ്റി ഉപയോഗിച്ച് വളരെ കോസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ട് PCB ചെയ്യിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് എങ്ങനെ നമുക്കിത് കൺവേ ചെയ്യിക്കാം, ഒരു സ്റ്റുഡൻസിനെ വിട്ട് എങ്ങനെ ഒരു PCB എങ്ങനെ ചെയ്യിപ്പിക്കാം, ആ ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. സാധാരണ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെയർ PCB, ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ലെയർ ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സിംഗിൾ ലെയർ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റാണ്. ശരിക്കും ഇതിന്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു 30 to 40 മൈക്രോ മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോപ്പർ ഫോയിൽ, പേപ്പറിന്റെ തിക്നെസ് ഉള്ള ഒരു കോപ്പർ ഫോയില് ബാക്ക് സൈഡ് ഹൈല മാതിരി ഇരിപ്പുണ്ട്. ഇതിന്റെ പേപ്പർ ഫിനോലിക് എന്ന് പറയും. ഈ പേപ്പർ ഫിനോലിക് എന്ന് പറയുന്ന ഈ മെറ്റീരിയലിൽ കംപ്രസ് ചെയ്ത് ഒട്ടിച്ച് എടുത്തിരിക്കുന്ന ഒരു PCB ആണ് കോപ്പർ ക്ലാഡ് ഷീറ്റ് എന്ന് പറയും. ഇതിന്റെ കോസ്റ്റ് പലർക്കും അറിയാമായിരിക്കും, എന്നാൽ ഞാൻ ഒരു ഓർക്കാൻ വേണ്ടി പറയാം. ഏകദേശം ഒരു 150 റുപ്പീസോളം ഈ 1x1, ദാറ്റ് മീൻസ് 30 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ഡയമെൻഷനുള്ള PCBക്ക് ഒരു 150 to 200 റുപ്പീസിന് നമുക്കിത് മാർക്കറ്റിൽ കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു PCB ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. ഇതും നമ്മുടെ മാർക്കറ്റിൽ കേരളത്തിൽ കിട്ടുന്നതിന് എറണാകുളം സൈഡിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തതിന്റെ ബാക്കി ഉള്ളതാണ്. ഇതും 30 to 30 ഒരു 400 റുപ്പീസോളം വരും. ഡബിൾ സൈഡ് ശ്രദ്ധിച്ചാൽ അറിയാം. ചെറിയ പീസ് കാണിക്കാം. ഇവിടെയും ഒരു കോപ്പർ ഫോയിലുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും കോപ്പർ ഫോയിലുണ്ട്. ഇതിന്റെ സെന്ററിൽ ഒരു പോർഷൻ ഉണ്ട്. ഇത് നേരത്തെ കാണിച്ച പോലത്തെ മെറ്റീരിയൽ അല്ല, ഇത് ഗ്ലാസ് എപ്പോക്സി എന്ന് പറയും. ഇച്ചിരി തിക്നെസ് ഉള്ളതാണ്, ഇച്ചിരി ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ടൈപ്പ് PCB ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡബിൾ സൈഡ് PCB, പ്ലാറ്റർ ത്രൂ, PTH PCB ഇതൊക്കെ ഉണ്ടാക്കി മൾട്ടി ലെയറിനെ കുറിച്ച് കുറച്ച് കഴിയും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള PCB ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗ്ലാസ് എപ്പോക്സി നമ്മൾ ഉപയോഗിക്കും. അപ്പൊ മെയിനായിട്ട് രണ്ട് ടൈപ്പ് PCB ആണ്. ഇത് സിംഗിൾ ലെയർ PCB, ഇത് വന്നിട്ട് പേപ്പർ ഫിനോലിക്, കോസ്റ്റ് ഒരു 200 റുപ്പീസ് വരും. ഇത് വന്നിട്ട് ഗ്ലാസ് എപ്പോക്സി, ഡബിൾ സൈഡ് ആണ്. ഗ്ലാസ് എപ്പോക്സി തന്നെ സിംഗിൾ സൈഡും ഉണ്ട്. ഇതിന്റെ ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏകദേശം ഒരു 1 mm to 2 mm, പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് 3 mm തിക്നെസ് ഉള്ള കട്ടിയുള്ള PCB, ബെയർ PCB നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള PCBയിലാണ് നമ്മൾ സാധാരണ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന 1-2 PCB കൂടെ പരിചയപ്പെടുത്തരാം. നമ്മൾ ലാബിലൊക്കെ നമ്മൾ കുട്ടികളോട് ചെയ്യിക്കുന്നതാണ് ഈ PCB. ഇത് ലൈൻ PCB എന്ന് പറയും. ശരിക്കും ബ്രെഡ് ബോർഡ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു PCB ആണ് ലൈൻ PCB. ഈ ലൈൻ PCB എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ മെറ്റീരിയൽ പേപ്പർ ഫിനോലിക് ആണ്. ഇതിന്റെ ട്രാക്കുകളിലൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ അത് കാണിക്കും, ശ്രദ്ധിക്കാവുന്നത്. ഇതിപ്പോ ലൈൻ ടൈപ്പിലാണ് ഇതിനകത്ത് കോപ്പർ ക്ലാഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒത്തിരി ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സീരീസ് ആയിട്ടോ പാരലായിട്ടോ നമ്മൾ സർക്യൂട്ട് മൾട്ടിപർപ്പസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം PCB നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ സെയിം PCB തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട്, അതായത് സോൾവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആവുന്നതിന് വേണ്ടി കണക്കാക്കി ചെയ്താണ് ഇത് ശരിക്കും ഈ PCB സിംഗിൾ ലെയർ ആണ്. ടിൻഡ് PCB ആണ്. PCB എല്ലാം ശരിയാക്കി എടുത്തതിന് ശേഷം അതിൽ
ഒരു സൈഡ് നമ്മൾ ടിൻ ചെയ്തിട്ടുണ്ട്, മീൻസ് ഒരു സോൾഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്റ്റീൽ വൂള് പോലുള്ള സാധനങ്ങളൊക്കെ ഇത് ശരിക്കും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ലേശം ഫ്ലക്സ് ഒക്കെ തേച്ചിട്ട് നമുക്ക് അതൊക്കെ കാണിക്കും. പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്ത് കാണിക്കും എങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടതെന്നൊക്കെ. എൻ്റെ കൈവശം ഇപ്പോൾ ഇരിക്കുന്ന ഒരു PCB ഉണ്ട്. ഇത് ശരിക്കും ഗ്ലാസ് എപ്പോക്സി PCB, ഗ്ലാസ് എപ്പോക്സിൽ എന്ന മെറ്റീരിയൽ ചെയ്ത ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. അതിൽ നോക്കി നിങ്ങൾക്ക് ട്രാക്കുകൾ കാണാൻ പറ്റും, അതുപോലെ പാഡ്സുകൾ കാണാൻ പറ്റും. പിന്നെ ആ പാഡ് പോർഷനൊക്കെ, അതായത് സോൾഡർ ചെയ്യേണ്ട പോയിന്റ്സുകളൊക്കെ ടിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച PCBയിലും ടിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തും ടിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ടിൻഡ് PCB എന്ന് പറയും. ടിൻഡ് PCB മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇതിനകത്ത് മാസ്ക് ചെയ്തിട്ടുണ്ട്. സോൾഡർ മാസ്ക് PCB ചെയ്ത് ടിന്നിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സോൾഡർ ചെയ്യേണ്ട പോർഷൻസ് എവിടെയാണോ അതെല്ലാം ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള ട്രാക്കുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ മാസ്കിങ് എന്ന് പറയുന്നത്, സോൾഡർ മാസ്ക് എന്ന് പറയും. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു സ്ക്രീൻ പ്രിന്റിംഗ് മാതിരിയുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ ഒരു PCB നമുക്ക് മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിലിം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ സോൾഡർ മാസ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സൈഡ്, അതിൻ്റെ കമ്പോണൻറ്റ് സൈഡ് നോക്കിയാൽ അറിയാനത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സിൽക്ക് സ്ക്രീൻ എന്ന് പറയും. കമ്പോണൻസ് ലേഔട്ട്, ഏതൊക്കെ കമ്പോണൻസ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ആ ടോപ്പ് പോർഷനിൽ. അപ്പോൾ ഇത് കമ്പോണൻറ്റ് സൈഡാണ്, ഇത് വന്നിട്ട് ട്രാക്ക് സൈഡാണ്, സോൾഡറിങ് സൈഡാണിത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സോൾഡർ ചെയ്യേണ്ട പോയിന്റ്സുകൾ മാത്രം ടിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എപ്പോക്സിയിൽ ചെയ്തിരിക്കുന്ന ഒരു PCB ആണ്. ഞാൻ വേറൊരു PCB കാണിക്കാം. ഒരുപക്ഷെ ഈ ടൈപ്പ് PCB പലരും കണ്ടിട്ടില്ലായിരിക്കും. ഇത് വന്നിട്ട് ഒരു മൾട്ടിപർപ്പസ് PCB ആണ്. ഇതാണ് PTH എന്ന് പറഞ്ഞത്, പ്ലാറ്റഡ് ത്രൂ ഹോൾ PCB. PTH, പ്ലാറ്റഡ് ത്രൂ ഹോൾ. നേരത്തെ കാണിച്ച PCB ഒക്കെ ത്രൂ ഹോൾ ആണ്, ഇതൊക്കെ ത്രൂ ഹോൾ ആണ്. ഇത് വന്നിട്ട് PTH. ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിൽ ഒരു കമ്പോണന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇന്റേണൽ ആ ഹോളിനകത്ത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് മീൻസ് ഇതിൻ്റെ ഹോളും കണ്ടക്റ്റിംഗ് പാത്താണ്. അപ്പോൾ കുറച്ച് കമ്പോണൻസ് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടൊരു കോമ്പാക്ട് സർക്യൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ, ഒരു വലിയ സർക്യൂട്ടൊക്കെ കോമ്പാക്റ്റ് ആക്കി നമുക്ക് ചെയ്യണമെങ്കിൽ ഇത്തരം PCB ഉപയോഗിക്കാം. ഇതിനെ പറയുന്ന പേരാണ് PTH, പ്ലാറ്റഡ് ത്രൂ ഹോൾ PCB എന്ന് പറയുന്നത്. ഞാൻ വേറൊരു PCB കാണിക്കാം. ഇത് നമ്മുടെ കോളേജിൽ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൽ നിലവിലൊരു 3 പ്രോഡക്റ്റുകളുണ്ട്. ഈ പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് പവർ സപ്ലൈ, മൾട്ടി ഔട്ട്പുട്ട് പവർ സപ്ലൈ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു IOCയുടെ ഒരു 3ാമത്തെ പ്രോഡക്റ്റാണ് നമ്മുടേത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന PCB നമ്മൾ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത PCB ആണിത്. അത് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് ഇത് സോഫ്റ്റ്വെയറിൽ ചെയ്ത് അതിൻ്റെ ലേഔട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ക്യാബിനറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ഒരു PCB ആണ്. ഈ PCB എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഗ്ലാസ് എപ്പോക്സി PCB ആണ്. ഇത് നോക്കിയാൽ അറിയാം, മെറ്റീരിയൽ സെൻട്രൽ പോർഷനിൽ ഗ്ലാസ് എപ്പോക്സി മെറ്റീരിയൽ ആണ്. ദെൻ ട്രാക്കുകളെല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ബെറ്റർ ജോയിന്റ് ഇതിനകത്ത്, സോൾഡറിങ് ജോയിന്റ് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്ക് പോലും നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പോലും ഇത്ര ഭംഗിയായ രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നിങ്ങളുടെ സ്ഥാപനത്തിലെയും കുട്ടികളെ ഈ പറഞ്ഞ മാതിരി ബ്രിഡ്ജ് റെക്ടിഫയർ, അതുപോലെ മൾട്ടി വൈബ്രേറ്റർ പോലുള്ള സർക്യൂട്ട്സ്, ഇത്തരം മൾട്ടി ലെയർ PCBയോ സിംഗിൾ ലെയർ PCBയോ അല്ലെങ്കിൽ ഡബിൾ ലെയർ PCBയോ ബെയർ PCB മേടിച്ചിട്ട് അവരെ വിട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അവർക്ക് ഇതൊക്കെ ഒരു വിഷ്വലായിട്ട് അവർ ചെയ്ത് അതൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണുമ്പോഴാണ് കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു താല്പര്യമെല്ലാം. എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാൻ പറ്റുന്നുള്ളവർ മേടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് ഇത്ര നല്ല PCBകളൊക്കെ അവർ ചെയ്യും. PCB മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് അയച്ചു തന്ന ഒരു സ്കെയിലാണിത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മൈക്രോ കൺട്രോളർ ഇതിനകത്ത് നോക്കിയാൽ അറിയാം. ആ മൈക്രോ കൺട്രോളറൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ എല്ലാം അവരതിനകത്ത് ഇങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കാണിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഒരു സ്കെയിൽ, അവരുടെ ഒരു പരസ്യം എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.
അത്യാവശ്യം കോപ്പർ ക്ലാഡ് ഷീറ്റ്, അതായത് ബെയർ PCB, സിംഗിൾ സൈഡ് PCB, ഡബിൾ സൈഡ് PCB, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സിംഗിൾ ലെയർ PCB, മൾട്ടി ലെയർ PCB, ഇതിൻ്റെ എല്ലാം ബെയർ PCB നിങ്ങളെ കാണിച്ചു. ഇനി ഈ PCBയിൽ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം കൺവെർട്ട് ചെയ്ത് അതൊരു പ്രിന്റഡ് സർക്യൂട്ടാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ കോളേജിൽ തന്നെ ഒരു ടെക്നീഷ്യനും നമ്മുടെ അധ്യാപകരുമായ നിഷിൽ സാർ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തരും. എല്ലാവരെയും ആ സെഷനിലോട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. PCB ഡിസൈൻ മാസ്റ്ററി ഫോർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന ഓൺലൈൻ FDP 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നടക്കുന്ന സിറ്റർ കളമശ്ശേരിയിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നെടുമങ്ങാടും ചേർന്ന് നടത്തുന്ന ഈ FDPയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്, രാവിലെ VJ സുരേഷ് കുമാർ സാറ് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിപ്ലോമ കോഴ്സിലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ കോഴ്സ് കോഡ് 4048 PCB ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് വർക്ക്ഷോപ്പ് എന്ന ഒരു ലാബ് ഇലക്ട്രോണിക്സിൽ ഉണ്ട്. അപ്പോൾ അതില് PCB മേക്കിംഗ്, ഒരു മാനുവൽ PCB, അതിന്റെ പ്രീ വർക്ക്, PCB അതിന്റെ ഒരു മാനുഫാക്ചറിങ്, അതിന്റെ പോസ്റ്റ് വർക്ക്, പിന്നെ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആ ഒരു PCB ഉപയോഗിച്ച് ഒരു സ്റ്റുഡന്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, സിലബസിൽ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു മാനുവൽ PCB എങ്ങനെ നമ്മുടെ ലാബിനുള്ളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ സൗകര്യങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ മാനുവലായ ഒരു PCB ഒരു സ്റ്റുഡന്റിന് ഉണ്ടാക്കിയെടുക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ചെലവോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. ചെറിയ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലാബ് കൃത്യമായി ഈ സിലബസിൽ പറയുന്നത് പോലെ കുട്ടികളെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ഞാനതിന്റെ ഒരു PPT ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. PPT എന്ന് പറഞ്ഞിട്ട് ഇതൊരു കാര്യമായ PPT ഒന്നുമില്ല, 1-2 കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് മാത്രം അതിന്റെ ഒരു ഹെഡിങ് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. ഇതൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് സെഷൻ ആയതുകൊണ്ട് PPTയുടെ ആവശ്യമൊന്നുമില്ല. കൂടുതലും നമുക്ക് ഈ ക്യാമറയിലൂടെ, ഓൺലൈൻ ക്ലാസിന്റെ പരിമിതികൾ ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലും ക്യാമറയിലൂടെ അത് വ്യക്തമായിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ PPTയിൽ കുറച്ച് ആധുനിക ഉപകരണങ്ങളാണ് കാണുന്നത്. PCB മേക്കിങ്ങിനുള്ള കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ്, മെഷീൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാർവിംഗ് മെഷീനാണ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാർവിംഗ് മെഷീനാണ്. അതായത് PCB സനൽ സാർ നേരത്തെ കാണിച്ചതുപോലെ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ്, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ മെഷർമെന്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റിനെ ഈ മെഷീനിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ പഠിച്ചു തുടങ്ങിയ സോഫ്റ്റ്വെയർ ട്രാക്ക് മേക്കിംഗ്, അതിന്റെ VJ സുരേഷ് കുമാർ സാറിന്റെ ക്ലാസ്സിൽ അതിന്റെ ഒരു വരും ദിവസങ്ങളിലായാലും നിങ്ങളത് പഠിക്കും. എൻ്റെ ആദ്യഘട്ടത്തിൽ എത്തിയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ഗർബർ ഫയൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു സ്കിമാറ്റിക്, സർക്യൂട്ടിൻ്റെയൊക്കെ സ്കിമാറ്റിക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ സോഫ്റ്റ്വെയർ സെഷനിൽ നിങ്ങൾ പഠിക്കും.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗർഭർ ഫയൽ ഉണ്ടാക്കിയ ഒരു സ്കിമാറ്റിക്കിനെ നമ്മുടെ PCBയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിന് ഈ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അൺവാണ്ടഡ് ആയിട്ടുള്ള കോപ്പർ ട്രാക്കുകളെല്ലാം കാർവ് ചെയ്ത് കളയുന്ന ഒരു മെഷീനാണ്. അതിന്റെ ഇപ്പൊ കാണുന്ന കുറച്ചുകൂടി ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനാണ്. അതിന് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. ഒരു 12 ലക്ഷത്തോളം രൂപ വരും. അപ്പൊ നമ്മുടെ ലാബുകളിലൊന്നും ഇത്രയും ആധുനിക മെഷീനുകളോ ഇത്രയും സൗകര്യങ്ങളുടെ ആവശ്യമില്ല, കാണാറുമില്ല. നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്ന പോലുള്ള മാനുവൽ PCB നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പൊ കാണുന്നത് ഒരു ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എച്ചിങ് പ്രോസസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് കോപ്പറിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള മെഷീനാണ്. ഇത് ലേസർ ടെക്നോളജിയാണ്. ഇതെല്ലാം ആധുനിക ടെക്നോളജിയാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ മെഷീൻ അല്ല, മാനുവലി ചെയ്യുന്ന ഒരു PCB, ഒരു ബെയർ ആയിട്ടുള്ള ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നിന്ന് എങ്ങനെ ഒരു സർക്യൂട്ടിനെ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാനുവൽ PC നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, കുറച്ച് എക്യുപ്മെന്റ്സും കുറച്ച് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് PPTയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം നേരത്തെ സനൽ സാറ് ആദ്യത്തെ സെഷനിൽ ഒന്ന് നിങ്ങളെ വിഷ്വലി കാണിച്ചു തന്ന കോപ്പർ ക്ലാഡ് ഷീറ്റാണ്. ആ കോപ്പർ ക്ലാഡ് ഷീറ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുവാണ്. ഇത് അത്യാവശ്യം വലുപ്പത്തിനാണ് നമുക്ക് ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ. സനൽ സാർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു നേരത്തെ. ഇതിന്റെ വിലയും കാര്യങ്ങളും ഒരു 30 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉള്ള ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റാണിത്. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും വലിയ ഷീറ്റിൽ നമുക്ക് ഒരുപാട് ചെറിയ PCBകൾ മുറിച്ചെടുക്കാൻ കഴിയും. ഇത്രയും വലുത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ക്ലാസ്സിലത്തേക്കൊക്കെ ഉള്ള മുഴുവൻ PCB വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ കോപ്പർ ഷീറ്റിനെ കട്ട് ചെയ്ത പീസുകളാണ് ഈ കാണുന്നത്. ഈ വലിയ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നിന്നും ചെറിയ ഷീറ്റുകളെ കട്ട് ചെയ്തെടുത്തിരിക്കുക. നമ്മുടെ ആവശ്യാനുസരണം ഹാക്സയുടെ സഹായത്തോടുകൂടിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ പഠിച്ച സോഫ്റ്റ്വെയറിൽ പഠിക്കും. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സിൽ ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ എത്ര സെന്റിമീറ്റർ വീതി വേണം, എത്ര സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വേണം ലെങ്ത് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്. രാവിലെ പ്രോട്യൂസ് സോഫ്റ്റ്വെയർ സെഷൻ പരിചയപ്പെടുത്തി പഠിച്ചു തുടങ്ങിയ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോട്യൂസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഒരു കോപ്പർ ലേ ഔട്ടാണ്. അത് സുരേഷ് സാർ കാണിച്ചു തന്നെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ സോഫ്റ്റ്വെയർ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ പ്രിന്റുകൾ അല്ലെങ്കിൽ കോപ്പർ ട്രാക്കുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടെ ആയതുകൊണ്ട് ഇത്രയും എഫിഷ്യന്റ് ആയിട്ട്, ഇത്രയും നാരോ ആയിട്ടായാലും ഇത്രയും വൃത്തിയായിട്ട്, എന്നാൽ തമ്മിൽ കൊളാപ്സ് ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ട്രാക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും പ്രോട്യൂസ് പോലുള്ള സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി. അപ്പൊ ഇതെങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത ഒരു ഫയൽ വെച്ചിട്ട് എച്ചിങ് പ്രോസസ് അല്ലെങ്കിൽ PCB ഡിസൈനിങ്, PCB മേക്കിംഗ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കോപ്പർ ക്ലാഡ് ഷീറ്റില് ഈ ഒരു ടോണർ, ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കും. ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പേപ്പറിൽ എങ്ങനെയാണ് ഇത് പ്രിന്റ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ട്രാക്കിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കിമാറ്റിക് ഡയഗ്രത്തിനെയാണ് നമ്മൾ കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ആദ്യം കോപ്പി ചെയ്യും. കോപ്പി ചെയ്തതിന് ശേഷമാണ് മാസ്ക് ചെയ്യാത്ത പോർഷനിലുള്ള കോപ്പറിനെ എല്ലാം നമ്മൾ എച്ചിങ് പ്രോസസ്സിലൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു PCB നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മൾ കോപ്പർ ക്ലാഡ് ഷീറ്റിനെ പറ്റി, കോപ്പർ ട്രാക്കിനെ പറ്റി ഇപ്പൊ പറഞ്ഞു. അടുത്ത സ്ക്രീനിൽ കാണുന്ന ഫെറിക്ലോറൈഡ് ആണ്. എച്ചിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഫെറിക്ലോറൈഡ്. ഫെറിക്ലോറൈഡിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സൊല്യൂഷന്റെ നിർമ്മാണവും വിശദമായിട്ട് പറയും. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ലാബിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ്.
അടുത്തതായിട്ട് വേണ്ടത് ഒരു സ്പോഞ്ച് വിത്ത് സ്ക്രബിംഗ് പാഡാണ്. അത് PCB നിർമ്മാണത്തിന് ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു മെറ്റീരിയലാണ്. അതെന്തിനാണെന്നും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ PCB മേക്കിംഗ് സമയത്ത് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അടുത്തൊരു അയൺ ബോക്സ് വേണം. നമ്മുടെ തുണി തയ്ക്കുന്ന സാധാരണ ഒരു നോർമൽ അയൺ ബോക്സ് മതി, ക്ലോത്ത് അയൺ ബോക്സ്. ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഒരു അയൺ ബോക്സ് നമ്മൾ കരുതണം. ട്രേ വേണം. ഒന്ന് പ്ലാസ്റ്റിക്, ഏറ്റവും നല്ലത് ഗ്ലാസ് ട്രേ ആണ്. ഗ്ലാസ് ട്രേ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രേ ആയാലും മതി. അപ്പോൾ ട്രേ നമുക്ക് PCB നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു മെറ്റീരിയലാണ്. അത് കഴിഞ്ഞിട്ട് PCB ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമുണ്ട്. PCBയുടെ കമ്പോണൻസ് ഇൻസേർഷന് വേണ്ടിയിട്ട് ഹോളുകൾ ഉണ്ടാക്കുന്നതിന് PCB ഡ്രില്ലിംഗ് മെഷീനാണ്. അത് ഹെവി ഡ്യൂട്ടി ഒന്നുമല്ല, ചെറിയ ഡ്രിൽ ബിറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നുകിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ വേർഷൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊരു മാനുവൽ PCB ഡ്രില്ലിംഗ് മെഷീനാണ്. കൈകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഡ്രില്ലിംഗ് മെഷീനാണ്. ഇതിന് വലിയ വില ഉണ്ടാകില്ല. അറൗണ്ട് ഒരു 100-150 ആ റേഞ്ചിന് കിട്ടും. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ ലാബിൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഒരു സ്പാച്ചുല, ഒരു പെർക്ലോറൈഡ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പോലുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതൊരെണ്ണം വാങ്ങുന്നത് നല്ലതാണ്. ഇത്രയൊക്കെ മതി. പിന്നെ അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസും, ഒന്നുകിൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് ലാബ് കോട്ടോ അല്ലെങ്കിൽ ഏപ്രണോ ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കൊറോസീവ് മെറ്റീരിയൽ ആണല്ലോ ഈ ഫെറിക്ലോറൈഡ്. അത് നേരത്തെ കാണിച്ചു തന്നു. ഫെറിക്ലോറൈഡിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാം. എന്തായാലും അത് കൊറോസീവ് ആണ്. കൊറോസീവ് ആയതുകൊണ്ട് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ വീണാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇത് ഈ ലാബ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്രയും അത്യാവശ്യം സാധനങ്ങൾ കരുതിയിരിക്കുന്നത് അവരുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാനുവൽ PCB നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളത് ലാബിൽ ചെയ്യുന്ന പ്രോസസ്സ് ഓരോ ഘട്ടമായിട്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കും. എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈസി ആയിട്ട് കുട്ടികളെ കൊണ്ട് ലാബിൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. ഈ ഫോട്ടോയിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കോപ്പർ ട്രാക്കിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലത്തെ സെഷനിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ ഡിസൈൻ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസത്തെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത ഒരു A4 പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുത്ത ഒരു സർക്യൂട്ടിന്റെ ഒരു സ്കിമാറ്റിക് ആണ് ഇപ്പോൾ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. A4 സൈസ് ചെറിയൊരു സർക്യൂട്ടാണ്. 19 പ്രിന്റ് ഇതിൽ എടുത്തിട്ടുണ്ട്. 19 PCB ഈ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതൊരു A4ലാണ് എടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ PCB മേക്കിങ്ങിലോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഗ്ലോസി പേപ്പറിലായിരിക്കണം ഇത് പ്രിന്റ് എടുക്കേണ്ടത്. കാര്യം ഈ ഒരു ടോണർ ഇങ്ക് നമുക്ക് ഇതിലോട്ട് PCBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു A4 പേപ്പർ വെച്ചും ചെയ്യാൻ കഴിയും, ഒരു നോർമൽ പേപ്പർ വെച്ചും ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ അതിന് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും, സമയം കൂടുതലെടുക്കും, പ്രോപ്പർ ആവണമെന്നില്ല. ഗ്ലോസി പേപ്പർ ആകുമ്പോൾ, ഫോട്ടോ പേപ്പർ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള പേപ്പർ. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് ഒരു 15 രൂപയോ 20 രൂപയ്ക്ക് അകത്ത് കിട്ടും. ഇത് നമ്മുടെ നോർമൽ പ്രിന്ററിൽ നോർമൽ ലേസർ പ്രിന്റർ ഉപയോഗിച്ച് പ്രിന്റ് എടുക്കാനും കഴിയും. തിക്നെസ് ഒക്കെ കുറവ് തന്നെ, അതുകൊണ്ട് നോർമൽ ലേസർ പ്രിന്റ് ഉപയോഗിച്ച് പ്രിന്റ് എടുക്കാനും കഴിയും. അപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ വഴി ജനറേറ്റ് ചെയ്ത കോപ്പർ ക്ലാഡിന്റെ ഒരു സ്കിമാറ്റിക് ഈ ഒരു ഫോട്ടോ പേപ്പറിലേക്ക് ആദ്യം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം, പ്രിന്റ് എടുക്കണം ലേസർ പ്രിന്റർ ഉപയോഗിച്ചിട്ട്. പ്രിന്റ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം ചെറിയ സർക്യൂട്ട് ആണെങ്കിൽ ഒന്നിലധികം ബോർഡുകൾക്ക് വേണ്ടി നമുക്ക് ഒരു പേപ്പർ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ അതിന്റെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ് ഈ കാണുന്നത്. ഫോട്ടോ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. ഇനി ഈ ഒരു സ്കിമാറ്റിക്കിനെയാണ് നമ്മുടെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ സ്റ്റെപ്പുകളാണ് ഇനി വിശദീകരിക്കുന്നത്. നേരത്തെ കാണിച്ചു തന്ന കട്ട് ചെയ്തെടുത്ത കോപ്പർ ക്ലാഡ് ഷീറ്റാണിത്. ഇതിലോട്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതിന്
ഈ ഒരു ടോണർ ട്രാൻസ്ഫറിങ്ങിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ ചെയ്യേണ്ടതുണ്ട്. വേറൊന്നുമല്ല, ഇതിനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൽ അറിയാമല്ലോ, കോപ്പർ അധിക നേരം വായുവിൽ ഓപ്പൺ എയറിൽ തുറന്നിരുന്നാൽ അതിൽ ഓക്സൈഡുകൾ ഉണ്ടാവും, ഓക്സൈഡ് ലേയേഴ്സ് ഉണ്ടാവും, പിന്നെ കാർബൺ കണ്ടന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊരു ഒബ്സ്ട്രക്റ്റിംഗ് ഫിലിം ഇതിലുണ്ടെങ്കിലും അതിൽ ടോണർ ട്രാൻസ്ഫറിങ് കൃത്യമായിട്ട് നടക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ട്രാക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ കഴിയില്ല. പലതുമൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് ആകാനോ കുറച്ച് പൊടിഞ്ഞു പോകാനോ പൊട്ടിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട് കോപ്പർ ട്രാക്കുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതിന് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു സ്ക്രബിംഗ് പാഡുള്ള ഒരു സ്പോഞ്ച് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആദ്യം നമ്മൾ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ തിളക്കം കൂടിക്കൂടി വരുന്നത് കാണാം. പല യൂട്യൂബ് വീഡിയോകളിലൊക്കെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഒരു സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കാറില്ല. സാൻഡ് പേപ്പർ ഉപയോഗിച്ചാൽ കുറച്ച് പെട്ടെന്ന് നടക്കുമെങ്കിലും അതിൻ്റെ തിക്നെസ് അറിയാമല്ലോ, കോപ്പർ ക്ലാഡിൽ ഇതിൻ്റെ കോപ്പർ കണ്ടന്റിന്റെ തിക്നെസ് വളരെ നേർത്ത ഒരു ലെയറാണ്. അതിനെ തന്നെ വീണ്ടും കുറെ റബ്ബ് ചെയ്ത് നമുക്ക് റബ്ബ് ചെയ്ത് കളയുന്നത് നല്ലതല്ല. നമ്മുടെ സർക്യൂട്ടിനും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ എച്ചിങ് പ്രോസസ്സ് സമയത്ത് അത് കോപ്പർ മൊത്തത്തിൽ ഇളകി വരാൻ സാധ്യതയുണ്ട്. സോൾഡറിങ് ടൈമിൽ ഈ കോപ്പറിന്റെ കട്ടി ഒരുപാട് കുറഞ്ഞു പോയാൽ സോൾഡറിങ് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും ഈ പാഡ് മൊത്തത്തിൽ തന്നെ റിമൂവ് ആയി വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ക്രബിംഗ് പാഡ്, വലിയ വിലയില്ലല്ലോ, നമുക്ക് മാർക്കറ്റിൽ ഒരു 10-15 രൂപ കൊടുത്താൽ ഇങ്ങനെയുള്ള സ്ക്രബിംഗ് പാഡ് കിട്ടും. ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്തുള്ള കാർബൺ കോട്ടിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ കണ്ടന്റ്, ഓക്സൈഡ് ലേയേഴ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് നന്നായിട്ട് റിമൂവ് ആവും. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റാണ് ഈ കാണുന്നത്. നേരത്തെ പ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്, പ്രീ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അത് മാത്രം പോരാ, ഇതിന്റെ ഇപ്പം ഡസ്റ്റ് നന്നായിട്ടുണ്ടാവും. നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയാൽ നിറയെ ഡസ്റ്റ് ആയിട്ട് ചിലപ്പോൾ കാണാം. അപ്പോൾ അത് ഒരു ഗുഡ് PCBക്ക് ചേർന്നതല്ല. അപ്പോൾ ആ ഡസ്റ്റിനെ നമ്മൾ അടുത്ത് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഈ നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുത്ത ഈ ഒരു PCBയെ നന്നായിട്ട് വാഷ് ചെയ്യുകയും വേണം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ സ്റ്റെപ്പ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, ആകെ ഒരു 2 സ്റ്റെപ്പേ പറഞ്ഞുള്ളൂ. നമ്മൾ മെയിൻ വലിയ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നിന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. കോപ്പർ ക്ലാഡ് വലിയ ഷീറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ചെറിയ ഷീറ്റുകൾ കട്ട് ചെയ്തെടുക്കുക. ഒരു ഹാക്സേക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കട്ടർ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ സ്ക്രബിംഗ് പാഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് എന്തെങ്കിലും ഓക്സൈഡ് കോട്ടിംഗ് ഒക്കെ ഫിസിക്കലി ഉള്ള കാണുന്ന എല്ലാം നമ്മൾ തന്നെ റിമൂവ് ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്താൽ അത് റിമൂവ് ആവും. അതിനുശേഷം ആൽക്കഹോൾ, ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ആൽക്കഹോൾ ഇല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്താലും മതി. ഒരു ട്രേയിലിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം അതിനെ ഉണക്കണം, നന്നായിട്ട് ഉണക്കണം. അതിനായിട്ട് നമ്മളൊരു ഹോട്ട് എയർ ഗൺ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വാട്ടർ കണ്ടന്റ് ഇരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ടോണർ ട്രാൻസ്ഫറിങ് നടക്കത്തില്ല. ഓക്കെ, ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു തന്നല്ലോ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഫോട്ടോ പേപ്പറിൽ വെച്ചിരിക്കുന്ന ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ലാബിൽ ചെയ്യിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് ഔട്ട് കുട്ടിക്ക് കൊടുക്കാറില്ല. അതിന് കാരണം അവർക്കത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു വൈദഗ്ധ്യം കുറവായിരിക്കും ആദ്യ ക്ലാസ്സുകളിൽ.
അപ്പോൾ നമ്മളത് ചെയ്യിക്കുന്നത് ആദ്യം വരെ കൊണ്ട് മാനുവലായിട്ടൊന്ന് വരപ്പിക്കും എന്നുള്ളതാണ്. അത് സനൽ സാർ ആദ്യ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഗ്രാഫ് പേപ്പറിലൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പോണൻസിന്റെ ഒക്കെ ലെങ്ത് ഒക്കെ എടുത്ത്, എക്സാമ്പിൾ ഡയോഡൊക്കെ ആണെങ്കിലും റെസിസ്റ്റർ ഒക്കെ ആണെങ്കിലും ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിന്റെ ലെങ്ത് കൃത്യമായി മാർക്ക് ചെയ്ത് അതിനെ ഇതിലോട്ടൊന്ന് ഒരു കാർബൺ പേപ്പർ വെച്ച് വരച്ച് കോപ്പി ചെയ്തിട്ട് അതിന് പ്രകാരം മാനുവലായിട്ട് വെറുതെ തന്നെ ഇങ്ങനെ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് എടുത്തിട്ട്, ഇപ്പൊ ഒരു ഡയോഡിന്റെ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാനുവലായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. അങ്ങനെ കുട്ടികളെ കൊണ്ട് നമ്മൾ മാനുവലായിട്ട് വരപ്പിക്കും. ഇപ്പൊ ഇവിടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്ന ഒരു മാനുവൽ PCBയുടെ മാനുവലായിട്ട് വരയ്ക്കുന്ന ഒരു ആദ്യ സ്റ്റേജിന്റെ ഒരു പിക്ചറാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് കമ്പോണൻസിന്റെ ഇവിടെ ട്രാൻസിസ്റ്റർ ഉണ്ടാവും, ഇതിൽ ഈ ഭാഗത്ത് റെസിസ്റ്റർ ഉണ്ടാകും, അതിന്റെ ലെങ്ത് ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് അതേ അളവില് വരച്ചിരിക്കുന്ന, കൈകൊണ്ട് വരച്ചിരിക്കുന്ന, വെറുതെ കൈകൊണ്ട് സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കൈകൊണ്ടും സ്കെയിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും സോഫ്റ്റ്വെയറിൽ എടുക്കുന്ന അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. അതാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നിരുന്നാലും അവർക്കിത് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് കുട്ടികൾക്ക് നന്നായിട്ട് ആദ്യമേ തന്നെ അവർക്ക് നോളജ് ഉണ്ടാവും. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൽ എടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസം, ഇത് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട്, കുറെ കൂടി ഡ്യൂറബിൾ ആയിട്ട്, കുറെ കൂടി കോമ്പാക്റ്റ് ആയിട്ടൊക്കെ സോഫ്റ്റ്വെയറിൽ എടുക്കാൻ പറ്റും എന്നുള്ളതിന് അവർക്ക് കൃത്യമായ ഒരു അവബോധം കിട്ടുകയും ചെയ്യും ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മാസ്കിംഗ്, ഇതിപ്പോ മാസ്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് CD മാർക്കർ പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് എന്തുവേണോ ഉപയോഗിക്കാം. അത്യാവശ്യം ഇങ്ങനെ ഈ കോപ്പറിന്റെ ട്രാക്ക് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാസ്ക് ചെയ്തെടുക്കണം, ബാക്കിയെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാസ്ക് ചെയ്യാത്ത എല്ലാ ഭാഗത്തുള്ള കോപ്പർ എച്ചിങ് പ്രോസസ്സിലൂടെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ ലാബിലൊക്കെ ഉള്ള അത്യാവശ്യം വൈറ്റ്നർ വേണമെങ്കിൽ ഉപയോഗിക്കാം, പിന്നെ പെയിന്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ നേരത്തെ ഞാൻ കാണിച്ച പോലെ മാർക്കിംഗ് പെന്നുകൾ, CD മാർക്കിംഗ് പെന്നോ പെർമനന്റ് മാർക്കറോ ഒക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ആദ്യം വരച്ച് അവരൊന്ന് എച്ചിങ് പ്രോസസ്സ് നടത്തി അവർക്കൊരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കിയ ശരിക്കുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഡിസൈൻ കൊടുത്ത് അതിനെ എച്ച് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ മാനുവലി അവർ വരച്ച PCBയെ എച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഇതിൽ ഡ്രിൽ ഹോൾ ഉപയോഗിച്ചിട്ടില്ല, ഡ്രിൽ ഹോൾ ഇട്ടിട്ടില്ല. ഇത് ഡ്രിൽ ഹോൾ ഉപയോഗിച്ച് ഡ്രില്ലിങ്ങും കൂടി നടത്തിയ ഒരു PCB ആണ്. നമ്മുടെ ഇവിടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹോളൊക്കെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഈ പറഞ്ഞ മാനുവൽ ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ച്, ഇത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രില്ലാണ്. ഈ ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് മാനുവലി തന്നെ അവർ ഡിസൈൻ ചെയ്തെടുത്ത ഒരു PCB ആണ്. അപ്പൊ ഇത് വർക്ക് ചെയ്യും, സർക്യൂട്ടൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, ഡ്യൂറബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഒരു ഫിനിഷിങ് കുറവാണ്. നമ്മൾ മാനുവലി എടുക്കുമ്പോൾ ഫിനിഷിങ് കുറവാണ്. പിന്നെ ട്രാക്കിന്റെ വിഡ്ത്തൊക്കെ പലതും ഒരുപാട് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. അന്നേരം കുറെ കൂടി ഏരിയ കൂടുതൽ കവർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ വലിയ സർക്യൂട്ടൊക്കെ ആണെങ്കിൽ വലിയ PCB അവർക്ക് ഉപയോഗിക്കേണ്ടി വരും കൈകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ. എന്നാൽ സോഫ്റ്റ്വെയർ വഴിയാണെങ്കിൽ വളരെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കോപ്പർ ട്രാക്കുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. വളരെ കോമ്പാക്റ്റ് ആയിട്ട് PCB ഉണ്ടാക്കി എടുക്കാനും പറ്റും. അത് നമ്മൾ ഇനി അടുത്ത സ്റ്റേജിലോട്ട്, അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ കാണും, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യും. ഇനി നമ്മൾ മാനുവലി ചെയ്യുന്നത് കണ്ടല്ലോ. ഇനി നമ്മൾ ശരിക്കും പ്രിന്റ് ഔട്ട് എടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം പഠിക്കും ഇങ്ങനെ ഒരു കോപ്പർ ട്രാക്ക് സോഫ്റ്റ്വെയർ വഴി ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രിന്റിനെ നമ്മൾ എങ്ങനെ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കും എന്നുള്ളതിന്റെ സ്റ്റെപ്പുകളാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒന്ന് രണ്ട് മെറ്റീരിയൽസ് നേരത്തെ ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്നു. ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ തയ്യാറാക്കി വെക്കണം. ഒരു അയൺ ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. അയൺ ബോക്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക, മാക്സിമം ടെമ്പറേച്ചറിലിട്ട് ഹീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം PCB ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ മാസ്ക് ചെയ്ത പേപ്പറിൽ നിന്ന് ട്രാക്ക് മാത്രം റിമൂവ് ചെയ്തതിനായിട്ട് കുറച്ച് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു ട്രേയിൽ റെഡിയാക്കി വെക്കണം. ഇതെല്ലാം തന്നെ പിന്നെ എച്ചിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ റെഡിയാക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ലാബിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെക്കുകയും വേണം. അപ്പോൾ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ഈ ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രിന്റ് ഔട്ടിനെ ഞാൻ എങ്ങനെ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഈ ഒരു അയൺ ബോക്സിൽ നിന്നുണ്ടാകുന്ന ഒരു ഹീറ്റ് കൂടി കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ അയൺ ബോക്സ് കൂടെ റെഡിയാക്കി ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാനത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ മെഷർമെന്റ് പറഞ്ഞ സമയത്ത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്,
സോഫ്റ്റ്വെയർ ചെയ്ത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ എടുത്തുകൊണ്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ കോപ്പർ ക്ലാഡ് ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരു അല്പം കൂടി വലുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. കോപ്പർ ക്ലാഡ് ഷീറ്റിൽ ഇത് പേപ്പർ ഫിക്സ് ചെയ്യാനും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീർത്തും ഇതിന്റെ എഡ്ജ് വെച്ചിട്ട് ചെയ്താൽ ചിലപ്പോൾ സൈഡിൽ പ്രിന്റൊക്കെ ഇളകി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കോപ്പർ ക്ലാഡ് ഷീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ പഠിക്കും ഇതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത് എത്ര വീതിക്കാണ് എത്ര നീളത്തിനാണ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് സോഫ്റ്റ്വെയറിൽ പഠിക്കുമ്പോൾ അതിനേക്കാളും ഒരു അല്പം കൂടുതൽ ഒരു 5 സെന്റിമീറ്റർ എങ്കിലും കൂട്ടി വേണം നമ്മൾ PCB കോപ്പർ ക്ലാഡ് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ഈ ഫയലിന്റെ സൈസിനെക്കാളും വലുതാണ് ഇപ്പോൾ ഈ ഷീറ്റ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് അലൈൻ ചെയ്ത് വെക്കണം ആദ്യം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയാം. നമ്മൾ മാനുവലി നമുക്ക് നോക്കാം, മാനുവലി നോക്കി കൃത്യമായിട്ട് ഇത് സർക്യൂട്ടൊക്കെ എല്ലാം കവറായിരിക്കുന്നോ, ചരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി മാനുവലി നോക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഫോട്ടോ പേപ്പർ പ്ലേസ് ചെയ്തു. PCB ഡിസൈനിങ്ങിൽ നിങ്ങളത് പഠിക്കും. നിങ്ങളുടെ പ്രിന്റ് ഔട്ടിന്റെ മിറർ ഇമേജ് ആയിരിക്കും നിങ്ങൾ ഈ ഫോട്ടോ പേപ്പറിൽ കിട്ടുന്നത്. അത് സാറ് സോഫ്റ്റ്വെയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ മിറർ ഇമേജ് ആണ് നമ്മളത് കോപ്പി ചെയ്യുന്നത്. അന്നേരം നമ്മുടെ PCBയിൽ അതിന്റെ ശരിയായിട്ടുള്ള ഇമേജ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ മിറർ ഇമേജ് ഉള്ള ഇതിനെ ഞാനിപ്പോൾ കൃത്യമായി പ്ലേസ് ചെയ്തു. ഇനി ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്യുവാണ് അതിലോട്ട്. അയൺ ബോക്സ് ഉപയോഗിക്കുന്നു. അയൺ ബോക്സ് മാക്സിമം ടെമ്പറേച്ചറിലാണ്. അയൺ ബോക്സ് ത്രൂ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ എടുത്ത് വച്ചിട്ട് മാറിപ്പോകാനൊന്നും പാടില്ല. അങ്ങനെ വെച്ച് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഹീറ്റ് കയറിക്കൊണ്ടിരുന്നാല് അവിടെയുള്ള കോപ്പർ ശരിക്കും ഇങ്ങനെ ഒരു ബബിള് പോലെ ഉയർന്ന് ഇളകിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ത്രൂ ആയിട്ട് അയൺ ബോക്സിന് മൂവ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് സമയം ഏകദേശം മൂവ് ചെയ്യേണ്ടി വരും. നല്ല ഹീറ്റ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഓളം എടുക്കും ഇത് നന്നായിട്ട് അതിലോട്ട് പേസ്റ്റ് ആകാൻ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഇത് ട്രാൻസ്ഫർ ആകണമെന്നില്ല. അത്യാവശ്യം പ്രാക്ടീസിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. 1-2 ചെയ്യുമ്പം തന്നെ നമുക്ക് ആ ഒരു എത്ര സമയം അയൺ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഉള്ള ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും നല്ല നീറ്റായിട്ടും ഈ ഒരു കോപ്പർ ക്ലാഡിലോട്ട് ട്രാൻസ്ഫർ ആകണം. അതിന് നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ എല്ലാ വശങ്ങളിലും കൃത്യമായിട്ട് ഒരേപോലെ ടെമ്പറേച്ചർ കിട്ടാൻ കണക്കിന് നമ്മളതിനെ അയൺ ബോക്സിനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആകും. അന്നേരം നമുക്ക് ഏകദേശം റെഡിയാകാൻ ഉള്ള സമയമാണത്. ഏകദേശം റെഡിയായി എന്ന് ഊഹിക്കാം. ഒരുപാട് സമയം അയൺ ചെയ്യണമെന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്തുള്ള കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ കോപ്പറിനെ ഇളക്കി കളയും. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ ആയിട്ടുമുണ്ട്. ഇനി നമുക്കിനി അടുത്ത പ്രോസസ്സിലോട്ട് കടക്കാൻ പോകണം. ഇങ്ങനെ നമ്മൾ PCB ചെയ്തതിനെ മാറ്റി വയ്ക്കുക. ഒരല്പം തണുക്കാൻ അനുവദിച്ചിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രേയില് പച്ചവെള്ളം, ഇത് നോർമൽ വാട്ടറാണ്, വെള്ളത്തിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. വെള്ളത്തിലിട്ട് നന്നായിട്ട് റിൻസ് ചെയ്യണം. ഇതിനും ഏകദേശം ഒരു 5 മിനിറ്റ് സമയം എടുക്കും നന്നായിട്ടൊന്ന് റിൻസായി വരാൻ. നന്നായി റിൻസ് ആകുന്നതിന് മുമ്പ് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് നമ്മുടെ ഡയഗ്രാം കൃത്യമായി പതിയണമെന്നില്ല. അതിന് കുറച്ച് സമയം ആവശ്യമാണ്. പെട്ടെന്ന് വലിച്ചിളക്കിയാൽ ഇത് ട്രാക്ക് ഉൾപ്പെടെ ഇളകിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തണുത്ത് വാട്ടർ കണ്ടന്റ് കോപ്പർ ക്ലാഡ് ഷീറ്റ് നന്നായിട്ട് അത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പുറത്തുള്ള പേപ്പറിനെ ഇളക്കി മാറ്റാൻ കഴിയും. 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും സമയം വെള്ളത്തിൽ നന്നായിട്ട് കുതിരാനായിട്ട്. അപ്പൊ നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വച്ചിരുന്ന ഒരു ഷീറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ PCBയിൽ ഇപ്പോൾ ഇതിൽ പേപ്പറിന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. പേപ്പർ ഇതിൽ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ മാസ്ക് ചെയ്ത സ്ഥലം. നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് ചെയ്ത സർക്യൂട്ടിന്റെ ഡിസൈനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ പേപ്പറിൽ ഇത് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആകാൻ സമയം ആയിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ.
ഇത് നമ്മളിപ്പോൾ തന്നെ അതിലോട്ട് പേസ്റ്റ് ചെയ്തതാണ്. ഞാൻ ക്യാമറയുടെ അടുത്തോട്ട് വെച്ചാൽ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ജെന്റിലായിട്ട് കെയർഫുള്ളായിട്ട് ഇളക്കണം. വെറുതെ വലിച്ച് ഇളക്കില്ല, പതുക്കെ പീല് ചെയ്ത് ഇളക്കണം. വെള്ളത്തിൽ ഒന്ന് മുക്കി പീല് ചെയ്ത് ഇളക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിനോടൊപ്പം ആ ഡിസൈനും കൂടെ ഇളകി വരും. സമയമെടുത്ത് സാവധാനം പീല് ചെയ്യിപ്പിച്ചെടുക്കുക. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ? ഇത്തിരി ടൈം ടേക്കൺ പ്രോസസ്സാണ്. അതുകൊണ്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ തന്നെ ചെയ്തതാണ്, നമ്മൾ റെഡിമെയ്ഡായിട്ട് ഇപ്പം ചെയ്തതാണ് ഈ കാണുന്ന ട്രാക്ക്. ഇതിൽ നിന്ന് നന്നായിട്ട് പേപ്പർ പീൽ ചെയ്ത് ഇളക്കണം. ഇത് കുറച്ച് സമയമെടുക്കും. ഇതിൽ അല്പം പോലും പേപ്പർ കണ്ടന്റോ മറ്റെന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുക്കളും ഈ ട്രാക്കിനിടയ്ക്ക് അല്ലെങ്കിൽ എച്ചിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാക്കുകൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാണുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുകയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് തംസപ്പ് എങ്കിലും ഇട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ക്ലിയർ ആണ് മാഡം, ക്ലിയർ ആണ്. ഇടയ്ക്ക് കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോ ഞാൻ നന്നായിട്ട് പീൽ ചെയ്തെടുത്ത ഒരു PCB ആണ് കാണുന്നത്. പേപ്പർ എല്ലാം റിമൂവ് ചെയ്തു. പീൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒറിജിനൽ ട്രാക്കിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളോ ക്രാക്കിങ്ങോ ഒന്നും വരാതെ വേണം പേപ്പർ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിനെ എച്ചിങ് പ്രോസസ്സിലോട്ട് കടത്തുകയാണ്. ശരിക്കും ആ ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസിലുള്ള കോപ്പറിനെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിലോട്ട് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു എച്ചിങ് സൊല്യൂഷൻ, ഫെറിക്ലോറൈഡിന്റെ സൊല്യൂഷൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചിട്ട് ഒന്ന് വിശദമാക്കിയതിന് ശേഷം അത് ചെയ്ത് കാണിക്കാം. അതിൻ്റെ കുറച്ച് ഡേഞ്ചറസ് പാർട്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രം അത് കുട്ടികളോട് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയും വേണം. നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഈ ഒരു ഇൻഫർമേഷൻ കൈമാറുമ്പോൾ അവരോടും കൃത്യമായി നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഒരു കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കിയിട്ടേ ഈ ഒരു പ്രോസസ്സിലോട്ട് കടക്കാവൂ എന്ന് പറയണം. അപ്പോൾ ശരിക്കും ഇനി നമ്മൾ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഫെറിക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടും ടോക്സിക് ആയിട്ടൊക്കെ ഉള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ എക്സ്ട്രീം കെയർ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ലാബ് സ്റ്റാഫാണ് കൂടെ നിൽക്കുന്നെങ്കിൽ ഒരു എക്സ്ട്രീം കെയർ കൊടുക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ ഞാൻ PPTയിൽ കാണിച്ചതുപോലെ കുറച്ച് മെറ്റീരിയൽസ് അത്യാവശ്യമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലൗസ് ഞാനും അത് ഇടുന്നുണ്ട്. കാര്യം ഫെറിക്ലോറൈഡ് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അതൊരു കൊറോസീവ് കെമിക്കലാണെന്ന് അറിയാമല്ലോ ഫെറിക്ലോറൈഡ്. അന്നേരം അത് നമ്മുടെ സ്കിന്നിലൊക്കെ വീണാൽ അത്യാവശ്യം ബേൺസ് ഒക്കെ ഉണ്ടാക്കും. കണ്ണിലൊക്കെ ആണെങ്കിൽ ഐ ഡാമേജ് വരാനോ ഇറിറ്റേറ്റിംഗ് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ റെസ്പിറേറ്ററി ഇറിറ്റേഷനും ചില കുട്ടികൾക്കൊക്കെ വരാറുണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാസ്കോ അങ്ങനെ ഈ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരോട് മാസ്ക് ധരിക്കാൻ പറയുക. പിന്നെ കയ്യുറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ഈ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കൈകാര്യം ചെയ്യുന്നവർ അത് കയ്യുറ കൃത്യമായി ധരിച്ചിരിക്കണം. കണ്ണിൻ്റെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഗോഗിൾസ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വസ്ത്രത്തിലോട്ടും ശരീരത്തിലോട്ടും ഒക്കെ വീഴാതിരിക്കാനായിട്ട് ഏപ്രണോ അല്ലെങ്കിൽ ലാബ് കോട്ടുകളൊക്കെ സൗകര്യമുള്ള കോളേജുകളാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഏപ്രണെങ്കിലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ അവരോട് നിർബന്ധമായിട്ട് അത് കൊണ്ടുവരാൻ പറയണം. ഈ കെമിക്കൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഫെറിക്ലോറൈഡ്. ഇതൊരു പൗഡർ ഷേപ്പിൽ കിട്ടുന്ന ഫെറിക്ലോറൈഡാണ്. ഫെറിക്ലോറൈഡ് പലതരത്തിൽ അവൈലബിൾ ആണ്. പൗഡറായിട്ട് കിട്ടും, ലിക്വിഡ് ഫെറിക്ലോറൈഡ് ഉണ്ട്,
അപ്പോൾ ഈ ഒരു പൗഡർ പെർക്ലോറൈഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡസ്റ്റ് പൊടി പോലെയാണ് ഇരിക്കുന്ന, കാണാനുണ്ട് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടിരിക്കുന്ന ഒരു കെമിക്കലാണ് പെർക്ലോറൈഡ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിൽ 500 ഗ്രാമിൻ്റെ 500 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ MRP എഴുതിയിരിക്കുന്നത് 250 250 രൂപയോളം വിലയാണ്. ഇത് സാധാരണ കെമിക്കൽ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്ന കടയിൽ അവൈലബിളുമാണ്. അപ്പോൾ ഈ ഒരു ടിന്ന് മേടിച്ചു വെച്ചാൽ 1 വർഷം വേണമെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും PCB ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കെമിക്കൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം വില കൂടിയ സാധനം എന്ന് പറയാനായിട്ട് ഈ ഒരു പെർക്ലോറൈഡിന്റെ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ PCB ഡിസൈനിങ്ങിൽ, PCB മേക്കിങ്ങിൽ നോക്കുമ്പോൾ. കണ്ടല്ലോ ഇതിന്റെ പെർക്ലോറൈഡിന്റെ സ്പെക്കൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, കെമിക്കൽ നെയിമൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലോട്ട് ഈ പൊടി ഇട്ടിട്ട് നമ്മളാണ് ശരിക്കും പൊടി അതിലോട്ട് മിക്സ് ചെയ്ത് ആണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പൊടിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു പൗഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ചാണ്. എന്നാലും നോർമലി 1 ലിറ്റർ വാട്ടറിന് ഒരു 200-250 ഗ്രാം പൗഡർ ഇടേണ്ടി വരും. നമുക്ക് കൃത്യമായ ഫാസ്റ്റ് ആയിട്ട് ഒരു എച്ചിങ് നടക്കണമെന്നുണ്ടെങ്കിൽ 200-250 ഗ്രാം പൗഡർ, പെർക്ലോറൈഡിന്റെ പൗഡർ ഇതിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പ്ലെയിൻ വാട്ടറിലാണ് ഇളക്കേണ്ടത് കേട്ടോ. അത് ഞാൻ കുറച്ചു മുമ്പ് കലക്കി വെച്ചിരുന്നു, അതിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു ബ്രൗണിഷ് കളർ ആദ്യമേ കണ്ടത്. ശരിക്കും നോർമൽ വാട്ടർ എടുത്തതിന് ശേഷം അതിലോട്ട് ഇത് ഇളക്കി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ലിക്വിഡ് പെർക്ലോറൈഡ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1:1 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്കത് മിക്സ് ചെയ്യേണ്ടത്. 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ 1 ലിറ്റർ തന്നെ പെർക്ലോറൈഡിന്റെ സൊല്യൂഷൻ അത്രയും കോൺസെൻട്രേറ്റഡ് അല്ലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നത്. എന്നാൽ ഒരു 1-2 PCB ഒക്കെ ചെയ്യുന്നതിന് വളരെ കുറച്ച്, 1 ഗ്ലാസ് വെള്ളമൊക്കെ മതിയെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പെർക്ലോറൈഡ് സൊല്യൂഷൻ ലിക്വിഡ്, നേരത്തെ പറഞ്ഞ പെർക്ലോറൈഡിന്റെ ലിക്വിഡ് അങ്ങനെ ചേർത്താൽ മതി. ഇതും അങ്ങനെയാണ്. ഒരു PCB ഒക്കെ ആണെങ്കിലും 1 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റിക്ക് ആനുപാതികമായിട്ട്, അതായത് 1 ലിറ്റർ വെള്ളത്തിനാണ് 200 മുതൽ 250 ഗ്രാം വരെ വേണ്ടി വരുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിന് അതിനനുസരിച്ച് വളരെ കുറച്ച് ആദ്യം ഒന്ന് ഇട്ട് നോക്കുക. ഈ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും കോൺസെൻട്രേറ്റഡ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയും. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. മെയിൻ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നിന്ന് ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്ത പീസിലേക്ക് നിങ്ങൾ സോഫ്റ്റ്വെയർ വഴി പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം ഇതിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്ത മെത്തേഡ് നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഒരു അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിലോട്ട് ഹോട്ട് അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് അതിലോട്ട് പേസ്റ്റ് ചെയ്ത് ചേർക്കുമായിരുന്നു. അതിനുശേഷം അതിനെ വെള്ളത്തിലിട്ട് ഒരു 7 മിനിറ്റോളം എടുത്ത് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട്. അതിനുശേഷം പതുക്കെ കൈകൊണ്ട് പീല് ചെയ്ത് എടുത്ത ഒരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായ പോർഷൻസ് എല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പെയിന്റ് എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ലേസർ പ്രിന്ററിലുള്ള ടോണറാണിത്. അപ്പോൾ ഈ ടോണറിനെ ഇനി നമ്മൾ ടോണറുള്ള പോർഷൻ മാത്രം നമുക്ക് സേവായി കിട്ടും. ബാക്കി അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാം എച്ചായി പോവുകയും ചെയ്യും. എച്ചിങ്ങിൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർക്ലോറൈഡ് സൊല്യൂഷൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പെർക്ലോറൈഡ് സൊല്യൂഷന്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഇത്ര നേരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ ഏകദേശം 200-250 ഗ്രാം പൗഡർ, പെർക്ലോറൈഡിന്റെ പൗഡർ ഇട്ടാൽ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ എച്ചിങ് പ്രോസസ്സിന് വേണ്ടി ഇതിനകത്തേക്ക് ഇത് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ബെയർ ഹാൻഡ്സ് കൊണ്ടൊന്നും ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും ഒരു ടൂളൊക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നോസ് പ്ലെയറോ കുട്ടികളുടെ മുഖത്തോ ദേഹത്തോ ഒന്നും തെറിക്കാതെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഡിപ്പ് ചെയ്തിട്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് അത് എച്ചിങ് പ്രോസസ്സ് നടക്കണമെന്നില്ല. അതിനെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്നില്ല. എച്ചിങ് പ്രോസസ്സ് നടക്കും. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് മിണ്ടായിരുന്നാൽ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും അതിൻ്റെ എച്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഫാസ്റ്റ് ആക്കാനായിട്ട് 1-2 ടെക്നിക്സ് ഉണ്ട്.
ഒന്ന്, നമ്മൾ ഈ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ തയ്യാറാക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ ആദ്യം വെള്ളത്തിലാണല്ലോ ഈ പൊടി ഇട്ടത്. വെള്ളം ചൂടുവെള്ളം എടുത്താൽ, ഹോട്ട് വാട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ടൈം കുറച്ച് കൂടുതലായിരിക്കും, പെട്ടെന്ന് തന്നെ എച്ച് ആയി കിട്ടും. അതായത് അതിൻ്റെ ഒരു സയന്റിഫിക്കലി പറയുന്നത് 50 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഫെറിക്ലോറൈഡ് സൊല്യൂഷന് നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷന് 50 ഡിഗ്രി ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റിയാൽ ഫാസ്റ്റായിട്ട് എച്ചിങ് പ്രോസസ്സ് നടക്കും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ചൂടുവെള്ളം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ലാബിൽ ചെയ്യുന്നത് സൺലൈറ്റിൽ കൊണ്ടുവച്ചിട്ട് സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി ആണെങ്കിലും എച്ചിങ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കും. മുറ്റത്ത് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് ഒരു കുട്ടിയോ 1-2 പേര് അതിനെ ഏർപ്പാടാക്കാം. അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ദേഹത്തൊന്നും വീഴാതെ എച്ചിങ് പ്രോസസ്സ് നടത്താനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും വേണം. സൺലൈറ്റിന്റെ ഹെൽപ്പോടുകൂടി പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റായിട്ട് തന്നെ എച്ചിങ് പ്രോസസ്സ് നടക്കും. അപ്പൊ ഇതിന് എച്ചിങ് പ്രോസസ്സിന് വേണ്ട ടൈം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ടൈം എടുക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളവും, ഇപ്പൊ ഞാൻ ഒഴിച്ചിരിക്കുന്നതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു അത്യാവശ്യം നന്നായിട്ട് തിളച്ച വെള്ളമല്ല, തിളപ്പിച്ചതിന് ശേഷം ഇച്ചിരി ഒന്ന് തണുത്ത വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഒരു 50 ഡിഗ്രി 55 ഡിഗ്രി വെള്ളത്തിന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ പോലും 50 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും 10-15 മിനിറ്റ് ടൈം എടുക്കും. എന്നാൽ ഈ ചൂടിന്റെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വീണ്ടും ലാഗ് ആവും. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ സ്റ്റയറിങ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സ്റ്റയറിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം, ഒരുപാട് സമയം നമുക്ക് ലാബിന്റെ അവർ കുറവാണല്ലോ. അപ്പൊ ആ സമയം വെറുതെ വേസ്റ്റ് ആകണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ വെള്ളം ചൂടാക്കി ഒഴിക്കുക, അല്ലെങ്കിൽ സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി പെട്ടെന്ന് എച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് എച്ച് ആയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഇങ്ങനെ നോസ് പ്ലെയർ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ, നോസ് പ്ലെയർ മെറ്റൽ പീസ് ഉപയോഗിച്ചാൽ അതും കൊറോഷൻ ഉണ്ടാവും അതിന്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ വുഡിന്റെ എന്തെങ്കിലും പീസൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ അത് കൊറോഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ടൈമല്ലേ ആയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട്. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചായിരുന്നു തുടക്ക സമയത്ത്, ഇത് ഇട്ടിട്ട് പോകരുത്. ഇട്ടിട്ട് പോയി 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ അതിൽ കോപ്പറിന്റെ ഒരു കണ്ടന്റും ഉണ്ടാവില്ല, മുഴുവൻ കോപ്പർ ഇളകി പോയിട്ടുണ്ടാവും. നമ്മുടെ സർക്യൂട്ട് ഉൾപ്പെടെ, നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടെ തന്നെ ഇളകി പോയിട്ടുണ്ടാവും. ഒരാൾ എന്തായാലും കൂടെ നിന്ന് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വാച്ച് ചെയ്ത് എടുക്കുക. അപ്പൊ എന്തായാലും ഒരു 15-20 മിനിറ്റ് കളയാനില്ല. ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. എച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത്, നമ്മുടെ PCB. ഇനി ഇതിനെ നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കണം. പ്യുവർ വാട്ടർ വീണ്ടും ഉപയോഗിച്ചിട്ട്, പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. എച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള PCB ആണ് കാണുന്നത്. നമ്മൾ എങ്ങനെയാണോ കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി ഡിസൈൻ ചെയ്തെടുത്തത് അതുപോലെ തന്നെ ശരിക്കും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു കോപ്പർ ട്രാക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. വളരെ കോമ്പാക്റ്റ് ആയിട്ട്, ചെറിയ PCB ആണ്. ഇതൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ടാണ്. എൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന കാണാമല്ലോ, വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ആദ്യം വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൽ ഫെറിക്ലോറൈഡിന്റെ ഒരു കണ്ടന്റും ഇരിക്കാൻ പാടില്ല, പിന്നീട് അത് കൊറോഷൻ ഉണ്ടാക്കും ഭാവിയിൽ. അപ്പോൾ ഇതില് നേരത്തെ തന്നെ ഇങ്ക് ഇരുന്നു. ഇങ്കിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സ്ക്രബ്ബർ ഉപയോഗിക്കാം. കറുത്ത ഇങ്ക് അതിന്റെ പുറത്തുണ്ടാവും. നമുക്ക് ആ കോപ്പർ ട്രാക്ക് മാത്രം മതി. സ്ക്രബിംഗ് പാഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നതനുസരിച്ച് ശേഷം നമ്മൾ അതിനെ ഉണക്കിയെടുക്കണം. നേരത്തെ ഹോട്ട് എയർ ഗണ്ണ് വെച്ച് നമ്മൾ ഉണക്കിയെടുത്തതുപോലെ നന്നായിട്ട് ഉണക്കി വാട്ടർ കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ കിട്ടും. എല്ലാവർക്കും കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളിതിനെ ഡ്രില്ലിംഗ് സെഷനിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡ്രിൽ ചെയ്ത് നമുക്ക് ആവശ്യമായ കമ്പോണൻസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ത്രൂ ഹോൾസ് ഉണ്ടാക്കുക. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസും THT കമ്പോണൻസ് ആണ്, ത്രൂ ഹോൾ ടെക്നോളജി ഉള്ള കമ്പോണൻസ് ആണ്. അപ്പോൾ അതിന് ഹോൾസ് ഇടണം. അതിൻ്റെ ഹോൾസിൻ്റെ ഡയമീറ്റർ എല്ലാം നമുക്കറിയാം. നേരത്തെ തന്നെ നിങ്ങൾ ഫുട് പ്രിന്റ് എടുത്ത സമയത്ത് അതൊന്ന് പഠിച്ചിട്ടുണ്ടാവും. സോഫ്റ്റ്വെയറിൽ ഫുട് പ്രിന്റ് ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ കൃത്യമായ ഫുട് പ്രിന്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹോൾ ഏരിയ ഒക്കെ ജനറേറ്റ് ആകും നിങ്ങളുടെ ഫയലിൽ തന്നെ. അപ്പോൾ ആ ഹോൾ ഏരിയയ്ക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കമ്പോണന്റിന് അനുസരിച്ചിട്ട് ഉള്ള ബിറ്റ് സെലക്ട് ചെയ്തിട്ട് ഹോൾ ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്ത്. ഇപ്പോൾ നേരത്തെ പോലെ ഹാൻഡ് ഡ്രില്ല് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന 1 mm ഒരു ബിറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് റെസിസ്റ്റർ ഒക്കെ വയ്ക്കുന്ന ചെറിയ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 mm ലെങ്ത് മതി അതിൻ്റെ കമ്പോണൻസ് ലീഡിന്. 1 mm ഹോള് തന്നെ ധാരാളമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 1 mm ബിറ്റ് ഉണ്ട്. ഇത് വെർട്ടിക്കലി കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമുക്കുള്ളത് കമ്പോണന്റ് ഹോൾഡ് എന്നുള്ള ഹോൾ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ടാവും രാവിലെ. ഹോൾ മാർക്കിംഗ്, ആ കൃത്യമായ ഹോൾ മാർക്കിങ്ങിൽ വെച്ചിട്ട് ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഹോൾ വീഴും. അത് PCB ഒരു ടെക്നിക്കാണ്. കൃത്യമായി ഹോൾ മാർക്കിംഗ് വേണം. എവിടെയൊക്കെയാണ് ഹോൾ ഡ്രില്ല് ബിറ്റ് എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളത് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു രാവിലത്തെ സെഷനിൽ. നമ്മൾ ഹോൾ ചെയ്തെടുത്ത ഹോളുകളാണ് ഈ കാണുന്നത്, ഡ്രില്ല് ചെയ്തെടുത്ത ഹോളുകൾ. രണ്ട് മൂന്ന് ഹോൾസ് ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞ ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത സർക്യൂട്ടിൽ നിന്ന് ഒരു കോപ്പർ ക്ലാഡ്, ഒരു സിമ്പിൾ ഫ്ലാറ്റ് ആയിട്ടുള്ള കോപ്പർ ക്ലാഡ് ഷീറ്റ്, ഒരു വലിയ ഷീറ്റിൽ നിന്ന് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന, ഒരു ഏകദേശം 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ലാബിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിലബസിലുള്ള ഈ ഒരു എക്സ്പെരിമെന്റ് പല സ്ഥലത്തും ചെയ്യുന്നുണ്ടാവും. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ലോക്കലി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്. പിന്നെ ഇതിന്റെ പ്രോസസ്സും കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഈ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം മുതലേ തന്നെ ഒരു ബ്രീഫായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു ബ്രേക്കിന് ശേഷം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ബ്രേക്കിന് ശേഷം വിശദമായിട്ട് പറയാം. താങ്ക് യു. Dear participants, now it is time for a short break. Kindly join after 10 minutes break. എല്ലാവർക്കും നമസ്കാരം. ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യം പറഞ്ഞു നിർത്താം എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു സെഷനെ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ, അപ്പം തുടങ്ങുവാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം PCBയെ പറ്റി കുറച്ചു പുതിയ കാര്യങ്ങൾ കൂടെ, ഡബിൾ ലെയർ PCB ഇൻട്രൊഡക്ഷൻ ഒക്കെ നമുക്ക് പിന്നാലെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ഒരു മാനുവൽ PCB എങ്ങനെ നമ്മുടെ ലാബിനുള്ളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അതിന് ഞാൻ ആദ്യം പറഞ്ഞു തന്നത് കോപ്പർ ക്ലാഡ് ഷീറ്റ് മേടിക്കുക എന്നുള്ളതാണ്. കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ വലിയ ഷീറ്റ് 30x30 സൈസിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അത് മേടിക്കുക, അത് വാങ്ങാൻ കിട്ടും. അതിനുശേഷം അതിനെ കട്ടിങ് ചെയ്ത് നമ്മുടെ സർക്യൂട്ടിനനുസരിച്ച് രാവിലത്തെ സോഫ്റ്റ്വെയർ സെഷനിൽ പഠിപ്പിച്ചതുപോലുള്ള സർക്യൂട്ടുകൾ, പ്രോട്യൂസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ KA കാർഡ്, ഏത് സോഫ്റ്റ്വെയർ മേക്കിംഗ് സോഫ്റ്റ്വെയർ ആയാലും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാക്കുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, കോപ്പർ ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ കോപ്പർ ട്രാക്കിന് മെഷർമെന്റിനനുസരിച്ചിട്ട് നമ്മൾ PCB കട്ട് ചെയ്യണം. PCB കട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സോഫ്റ്റ്വെയറിൽ നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ആണോ, ഏത് ട്രാക്കാണോ, ഏത് സർക്യൂട്ടാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ
വലിപ്പത്തിനേക്കാൾ ഒരു അല്പം കൂട്ടി വേണം കട്ട് ചെയ്യാൻ. ഒരു 5 സെന്റിമീറ്റർ, സോറി, ഒരു 1 സെന്റിമീറ്റർ എങ്കിലും സൈഡിൽ നീളവും വീതിയും കൂടുതലുണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കോപ്പർ ക്ലാഡ് ഷീറ്റ് നമുക്ക് ആവശ്യമായ വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. മൂന്നാമത്തത് പറഞ്ഞത് അതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നിന്ന് കട്ടിംഗ് പ്രോസസ്സിലൂടെ ചെറിയ കോപ്പർ ക്ലാഡിന്റെ പീസുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ പറഞ്ഞതാണ് ക്ലീനിങ് പ്രോസസ്സ്. കോപ്പർ ക്ലാഡ് ഷീറ്റ് ഇതുപോലെയുള്ള ചെറിയ പീസുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യണം, സർഫസ് ക്ലീൻ ചെയ്യുക. അതിന്റെ ആവശ്യകതയെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. കോപ്പർ ക്ലാഡ് ഷീറ്റിൽ ഓക്സൈഡ് ഫിലിംസും അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാർബൺ കോട്ടിങ്ങുകളും ഓയിൽ കണ്ടന്റും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്ത് പെരുമാറുന്നതുകൊണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ മെറ്റീരിയൽ ഇരുന്നാൽ നമ്മുടെ ഈ ഫയൽ ട്രാൻസ്ഫറിങ്ങിനെ, ഈ സ്കിമാറ്റിക് ഇമേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അത് കൃത്യമായിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അത് ഇളകിപ്പോവാനും അത് നന്നായിട്ട് പതിയാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ക്ലീൻ ചെയ്യുന്നതിന് ഞാൻ 2 മെത്തേഡ് പറഞ്ഞായിരുന്നു. ഒന്നുകിൽ ആൽക്കഹോൾ എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സോപ്പ്, ലിക്വിഡ് സോപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ശേഷം അതിനെ ഉണക്കുക, നന്നായിട്ട് നമ്മുടെ ഹോട്ട് എയർ ഗണ്ണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഉണക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ടോണർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുത്ത ഇമേജിനെ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഇമേജിനെ പറ്റി വിശദമായിട്ട് വരും ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കും. അതിൻ്റെ ഏതൊക്കെ മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്, അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, കമ്പോണന്റ് വയ്ക്കുന്നതിന് ഉള്ള പാഡുകൾ, അതിന്റെ വലിപ്പം എങ്ങനെ, ഡ്രില്ല് ചെയ്യുന്നതിനുള്ള ഹോള് നമുക്ക് ഈ PCBയിൽ തന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഡ്രില്ലിംഗ് ഹോളുകൾ ഇപ്പൊ തന്നെ അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സോഫ്റ്റ്വെയർ തന്നെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രിൽ ഹോളുകൾ. അതിനുള്ള ലൊക്കേഷൻ, എവിടെയാണ് ഡ്രിൽ ചെയ്യേണ്ടത് എന്നുള്ള ലൊക്കേഷൻ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഇമേജിനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് നമ്മൾ ഉപയോഗിച്ചത് ആദ്യം ഇതിനെ നന്നായിട്ട് ഇതിലോട്ട് പൊസിഷൻ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞു. ശേഷം നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട്, നേരത്തെ ഇവിടെ കാണിച്ചായിരുന്നു, ഒരു അയൺ ബോക്സ് നന്നായിട്ട് ഒരു മാക്സിമം ടെമ്പറേച്ചറിൽ ഹീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു ഇമേജിനെ നന്നായിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്ത് അതിലോട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ ക്ലാഡ് ഷീറ്റിൽ നന്നായിട്ട് പതി. ശേഷം അതിനെ നമ്മൾ ഒരു കോൾഡ് വാട്ടറിലോട്ട്, ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഡാമേജ് ഒന്നും കൂടാതെ, കോപ്പർ ട്രാക്കിന് ഡാമേജ് ഒന്നും കൂടാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളത് സോക്ക് ചെയ്തത് കണ്ടു നിങ്ങൾ. ശേഷം ഇളക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു PCB ആയിട്ട് നമുക്ക് കിട്ടും. ഇളക്കിയെടുക്കാനായിട്ട് വളരെ ജെന്റിലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി കെയർ ആയിട്ട് സാവധാനം പീൽ ചെയ്തെടുക്കണം. ഒറ്റ സ്റ്റെപ്പിന് പറിച്ചെടുത്ത് പേപ്പർ എടുത്താൽ അതിനോടൊപ്പം കോപ്പർ ട്രാക്ക് കൂടി, അല്ല നമുക്ക് ആവശ്യമായ ഫിലിംസും കൂടിയൊക്കെ ഇളകി ഇങ്ങ് പോരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് സാവധാനം സ്ലോലി പീല് ചെയ്ത് വെള്ളത്തിലിട്ട് തന്നെ പതുക്കെ ആയിട്ട് പീല് ചെയ്തെടുക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും അതിനെ ഉണക്കിയെടുത്തതിന് ശേഷം ഈ പുറത്തുള്ള ഇങ്കിനെ നമുക്ക് റിമൂവ് ചെയ്യണം. നമുക്ക് സോൾഡർ ചെയ്യാനുള്ളതാണ്. അന്നേരം കോപ്പർ ട്രാക്ക് മാത്രം മതി, ഇങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്കിനെ മൊത്തത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് വീണ്ടും നമ്മൾ അതിന് ഒരു സ്ക്രബിംഗ് ടൂൾ, അതിന് വേണമെങ്കിൽ മെറ്റൽ സ്ക്രബൊക്കെ ഉപയോഗിക്കാം. കാര്യമായിട്ട് പ്രഷർ കൊടുക്കണമെന്നില്ല, ആ ഇങ്ക് ഇളകുന്ന ഒരു പ്രഷർ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ IP ഉപയോഗിക്കാം. IP ഉപയോഗിച്ചാലും പെട്ടെന്ന് ഒരു സോഫ്റ്റ് ക്ലോത്തും കൂടി, IP വിത്ത് സോഫ്റ്റ് ക്ലോത്ത് കൊണ്ട് നമുക്ക് ഈ പുറത്തുള്ള ഇങ്കിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടും. അതിന് ഈ ഒരു PCB ഡിസൈൻ ചെയ്തതിന് ശേഷം കമ്പോണന്റ് ഇൻസർഷൻ, ത്രൂ ഹോൾ, നമുക്ക് ഹോള് വേണം. എല്ലാം ത്രൂ ഹോൾ കമ്പോണൻസ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹാൻഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ട്, വളരെ വില കുറഞ്ഞ ഒരു ഹാൻഡ് ഡ്രില്ല് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസുകൾ ഉള്ള ബിറ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ വലിയ കമ്പോണൻറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സനൽ സാറ് നിങ്ങളെ കമ്പോണൻസ് പലതും പരിചയപ്പെടുത്തിയായിരുന്നു.
6 ആംപിയർ ഡയോഡിന്റെ ലീഡിന്റെ വലിപ്പമല്ല സാധാരണ 1 ആംപിയർ ഡയോഡിന്റെ 1N4007 എന്നുള്ള ഡയോഡിന്റെ തിക്നെസ് അല്ല വലിയ ഡയോഡ്. അപ്പോൾ ഏത് കമ്പോണന്റ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായി വേണ്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഹോളുകൾ ഡിഫറെന്റ് ടൈപ്സ് ഡ്രിൽ ബിറ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയ ഉള്ള ബിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 1mm ഉണ്ട്, 2mm ബിറ്റ് കിട്ടും, 5mm ബിറ്റ് കിട്ടും. ഇങ്ങനെ പല ടൈപ്പ് ബിറ്റുകൾ അവൈലബിൾ. ഇതിനോട് ഒരു പാക്കറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ബിറ്റുകൾ ഉപയോഗിച്ചിട്ട് ആവശ്യമായ ഹോളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ഹോളുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയാം. എങ്കിലും ഇത് നമ്മുടെ ലാബിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഇനി ഇതിന് ശേഷം നമുക്ക് കമ്പോണന്റ് ഇൻസേർട്ട് ചെയ്യുക, സോൾഡറിങ് ചെയ്യുക. അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിലായിരിക്കും മിക്കവാറും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ലാബിൽ ഒരു പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞു. നമ്മൾ സ്റ്റുഡൻസിനെ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കലി തന്നെ കിട്ടുന്ന സാധനങ്ങൾ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വൃത്തിയുള്ള ഒരു PCB സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇത് അവരുടെ ഫ്യൂച്ചറിനും കൂടി വളരെ വിലപ്പെട്ട ഒരു അറിവായിരിക്കും. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കാണിച്ചു തന്ന കുറച്ച് ആധുനിക ഉപകരണങ്ങൾ, കാർവിംഗ് മെഷീൻ ആവട്ടെ അല്ലെങ്കിൽ ലേസർ ടെക്നോളജി ഉള്ള മെഷീൻ ആവട്ടെ, അതിനെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഡിപ്ലോമ ഒരു സൂപ്പർവിഷൻ പോസ്റ്റിലോട്ട് കടക്കുന്ന കുട്ടികൾ ഡിപ്ലോമ പഠനത്തിന് ശേഷം ഒരു QC ലെവലിലുള്ള ഒരു ജോബൊക്കെ ആയിരിക്കും അവരെ കാത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങൾ കിട്ടിയാൽ പോലും ഈ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ആ ഒരു സെഷനേക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാനും ഒക്കെ അവർക്കൊരു കോൺഫിഡൻറ്റും അവർക്ക് അതിനുള്ള ഒരു സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ അധ്യാപകരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു PCB മേക്കിംഗ് ടെക്നോളജി നമ്മുടെ ഇല്ലാത്ത കോളേജുകൾ ഒന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞു, നമ്മുടെ ലാബിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇതാണെങ്കിലും നമ്മളെ ശരിക്കും ഒരു ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ മാർക്കറ്റിൽ പ്രൊഫഷണലി നമുക്ക് കിട്ടുന്ന ഒരു PCB എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഈ ഉണ്ടാക്കിയ PCBയിൽ നിന്ന് അത്യാവശ്യം വ്യത്യാസമുണ്ട്. വ്യത്യാസം വിഷ്വലി കാണുമ്പോൾ ഒരു തിളക്കവും വേറെന്തൊക്കെ പോലെ നമുക്ക് തോന്നും. അതൊന്നും കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനെ പിന്നെ ഇനി 1-2 ചെറിയ പ്രോസസ്സുകളിലൂടെ ഇത്തരത്തിലുള്ള PCB ഇങ്ങനെ ആക്കി മാറ്റുന്നതാണ്. ആ പ്രോസസ്സ് നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഗ്രീൻ മാസ്കിംഗ് ആണ്. ഈ ഒരു വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നമ്മൾ മിക്കവാറും PCBകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രീൻ മാസ്ക് ചെയ്ത PCB ആയിരിക്കും, സ്റ്റാൻഡേർഡ് PCBകളല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രീൻ മാസ്കിംഗ് നടത്തുന്നത് എന്തിനാണെന്ന് അറിയാം. നമ്മൾ ഈ കോപ്പർ ട്രാക്ക് ഇങ്ങനെ വേറായിട്ടിരുന്നാൽ, ഓപ്പൺ ആയിട്ടിരുന്നാൽ അറിയാം നമുക്ക് അതിൽ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്കൊക്കെ ഡസ്റ്റ് അല്ലെങ്കിൽ എന്ത് ഡസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ കയറി അതിൽ പിന്നെ വീണുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് അവിടെ ഇരുന്നുകൊണ്ട് കൊറോഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത്രയും മൈന്യൂട്ടായിട്ടുള്ള ട്രാക്കുകളും അടുത്തടുത്ത ട്രാക്കുകളുമാണ്. ഇപ്പൊ SMD ടെക്നോളജി വരുമ്പോൾ ഇതിലും നാരോ ട്രാക്കുകളും ഇതിലും വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന PCB ആയിരിക്കും. അപ്പൊ അതിലെല്ലാം തന്നെ എന്തെങ്കിലും ഒരു മെറ്റലിന്റെ ഒരു ചെറിയ പൊടി വീണ് കിടന്നാൽ പോലും അതൊരു ഷോർട്ട് സർക്യൂട്ടിലോട്ട് നയിക്കും, ഇങ്ങനെ ഒരു ബെയർ കോപ്പർ ട്രാക്ക് ആയിട്ടിരുന്നാൽ. അപ്പൊ അതിനെ നമ്മൾ മാസ്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രീൻ മാസ്കിംഗ് എന്നുള്ളത്. ഇത് ശരിക്കും ഒരു പെയിന്റിങ് പോലെ പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മാസ്കിംഗ് ആണ്. ഈ മാസ്കിങ്ങിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസുകളെല്ലാം തന്നെ കവർ ചെയ്യും. നമുക്ക് എവിടെയാണോ സോൾഡർ ചെയ്യേണ്ട പോർഷൻസ് അത് മാത്രം ഓപ്പൺ ആക്കിയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് സോൾഡർ ചെയ്യാനും കഴിയും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടിംഗ് ഒന്നും വരാതെ സോൾഡറിങ് ചെയ്ത് എത്ര മൈന്യൂട്ട് ചെറിയ കമ്പോണന്റുകൾ പിന്നുകൾ തമ്മിൽ വളരെ അകലം ഇല്ലെങ്കിൽ പോലും ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് എവിടെയാണോ സോൾഡർ ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ മാത്രം ഓപ്പൺ ആക്കിയിരിക്കുന്നത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയി സോൾഡർ ഇറങ്ങിപ്പോയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടാകാതിരിക്കും. അപ്പൊ അതിനാണ് ഈ ഗ്രീൻ മാസ്കിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു PCB ഗ്രീൻ മാസ്ക് ചെയ്താൽ ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഗ്രീൻ മാസ്കിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നത് മെഷീനായിരിക്കും. മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാസ്ക് ചെയ്യുന്നത്. ബൾക്കായിട്ട് ഓട്ടോമേറ്റഡ് റോബോട്ടിക്സ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മാസ്കിംഗ് നടത്തുന്നത്.
നമ്മൾ മാനുവലി നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. ഈ പല സ്ഥലത്തും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സ്ക്രീൻ പ്രിന്റിംഗ് പോലുള്ള ടെക്നോളജി. അത് കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷനിൽ സനൽ സാർ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ പ്രിന്റിംഗ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മുടെ ലാബുകളിൽ തന്നെ മാസ്കിംഗ് പ്രോസസ്സ് നടത്താം. അപ്പോൾ അതിനുള്ള ക്ലാസ് സനൽ സാർ വിശദീകരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ ഈസി ആയിട്ട് മാസ്ക് ചെയ്യാൻ പറ്റും. പിന്നല്ലാതെ ഇതിന്റെ മറുസൈഡ് നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ കമ്പോണന്റ് സൈഡ്. ഈ ഒരു PCBയുടെ കമ്പോണന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെയും സോൾഡർ ചെയ്യുന്നത് ഓപ്പോസിറ്റ് എൻഡിലുമാണല്ലോ. അപ്പോൾ ഈ കമ്പോണന്റ് സൈഡിൽ ഒരു സിൽക്ക് സ്ക്രീൻ കാണാം. അതായത് കമ്പോണന്റിന്റെ ഡീറ്റെയിൽസ്, മാർക്കിങ്ങുകൾ, ലോഗോകൾ, പിന്നെ സിമ്പലുകൾ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിൽക്ക് സ്ക്രീൻ വഴി നന്നായിട്ട് അറിയാലോ. ഒരു ഇലക്ട്രോണിക്സ് സാറേ കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ. അപ്പോൾ ഒരു സിൽക്ക് സ്ക്രീൻ പ്രിന്റിങ്ങിലൂടെ, സിൽക്ക് സ്ക്രീൻ എന്നും ലെജൻഡ് എന്നൊക്കെ പറയാറുണ്ട്, നമുക്ക് കമ്പോണന്റ് ലേഔട്ട് ഇതിന്റെ പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഈസി ആയിട്ട്. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് വിഷ്വലി കാണാമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പൊളാരിറ്റി കൃത്യമായിട്ട് സിൽക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് ലീഡ് ഏതാണ്, നെഗറ്റീവ് ലീഡ് ഏതാണെന്നൊക്കെ നമുക്ക് PCB നോക്കി തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പൊളാരിറ്റി തിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കുറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലോക്ക് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ട്രാൻസിസ്റ്റർ ഇരിക്കേണ്ട പോർഷൻ ഏതാണ്, ICs ഇരിക്കേണ്ട പോർഷൻ ഏതാണ്, ICSൽ തന്നെ അതിന്റെ ഫ്രണ്ട് പോർഷൻ എങ്ങോട്ട് വരും, ബാക്ക് പോർഷൻ എങ്ങോട്ട് വരും എന്നൊക്കെ തന്നെ സർക്യൂട്ട് പോലും നോക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സിൽക്ക് സ്ക്രീനിന്റെ ഈ ഒരു ലേ ഔട്ട് കൊണ്ട്. അപ്പൊ ഇതും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസിലൊക്കെ ഇതിനെല്ലാം ഓട്ടോമേഷനും ഒക്കെയാണ്, മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് മാനുവലി വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്രിന്റിംഗ് പോലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും എൻ്റെ അറിവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്ത് പോലും സ്ക്രീൻ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അവര് ഈ കമ്പോണന്റ് ലേ ഔട്ട് സ്ക്രീൻ പ്രിന്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ PCBയും മാറ്റിയെടുക്കാം. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ചെറിയ 1-2 മെത്തേഡുകൾ ഇതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്, സംശയമുണ്ടോ ഇത്രയും നേരം പറഞ്ഞതിൽ? അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ ഏതെങ്കിലും മറന്നുപോയിട്ടുണ്ടോ, മനസ്സിലാകാതെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരാളൊരു കമന്റ് വഴി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലേസർ ടോണർ തന്നെയാണോ മാസ്കിങ്ങിന് യൂസ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു സംശയം. അതിന് ഉത്തരം അത് തന്നെ, അതെ എന്നുള്ളതാണ് ഉത്തരം. ലേസർ മെഷീനിലെ ടോണർ തന്നെയാണ് മാസ്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മാസ്കിംഗ് പോർഷനിലുള്ള കോപ്പർ മാത്രം എച്ചിങ് പ്രോസസ്സിൽ സേവ് ആവും, അത് അവിടെ നിലനിൽക്കും. ബാക്കി എല്ലാ ഭാഗത്തുമുള്ള കോപ്പറുകൾ ഇളകി പോവുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കമന്റിലെ ഒരു ഡൗട്ട് കണ്ടു, ട്രാക്കുള്ള പ്ലേസിലെ കോപ്പർ അല്ലേ റിമൂവ് ആകുക എന്നുള്ളതായിരുന്നു ഡൗട്ട്. ട്രാക്കാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സോഫ്റ്റ്വെയർ വഴി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ട്രാക്സ് ആണ്, കോപ്പർ ട്രാക്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ട്രാക്കിനെയാണ് നമ്മൾ മാസ്ക് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് എച്ചിങ് പ്രോസസ് വഴി സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ആവശ്യം. നമുക്ക് വാണ്ടഡ് എന്ന് പറയുന്നത് ഈ ട്രാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മാസ്ക് ചെയ്തിരിക്കുന്ന ട്രാക്കുകളാണ് നമുക്ക് ആവശ്യം. ഞാൻ ഇപ്പൊ ചോദിച്ച ഡൗട്ടിന് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ടോണർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്, ഈ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് ടോണർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഞാൻ ഈ ഒരു ട്യൂസർ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി മാറ്റിയാൽ കാണാം, അതിന്റെ അടിവശത്തായിട്ട് കോപ്പർ ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമുക്ക് ആവശ്യം. ബാക്കി എല്ലാ പോർഷനും മാസ്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു കോപ്പർ കളറിൽ കാണുന്ന എല്ലാ പോർഷനും ഇളകിപ്പോവും. ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന പോർഷൻ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് എച്ചിങ് പ്രോസസ്സിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ആണ്, ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു PCB മേക്കിംഗ് ഇല്ലാത്ത പോളിടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഈ സിലബസിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. സാങ്കേതിക സഹായം, പ്രോഡക്റ്റുകൾ, അതിൻ്റെ അവൈലബിലിറ്റി, കോപ്പർ ക്ലാഡ് ഷീറ്റോ ഫെറിക്ലോറൈഡോ ഇതിൻ്റെ എവിടെ കിട്ടും, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളത് അതിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, മറ്റ് ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അടുത്ത ദിവസം ഉള്ള സെഷനിൽ, ആഫ്റ്റർനൂൺ സെഷനിൽ ഡബിൾ ലെയർ PCB എങ്ങനെ നമുക്ക് ഇതുപോലെ ലാബിനുള്ളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ചെറിയ സൗകര്യങ്ങളിൽ തന്നെ ഡബിൾ ലെയർ PCB നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സിംഗിൾ ലെയറും ഡബിൾ ലെയറും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നേരിട്ട്. അതിൻ്റെ സൈസിന് വരുന്ന വ്യത്യാസം, അതിൻ്റെ കമ്പോണൻസ് പ്ലേസ്മെന്റിൽ വരുന്ന വ്യത്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തെ ആഫ്റ്റർനൂൺ സെഷനിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. കൂടാതെ ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് സോഫ്റ്റ്വെയർ ലാബ് വഴി അവർ തന്നെ ഉണ്ടാക്കുന്ന PCBയിൽ അവർ തന്നെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി അതിനെ വർക്ക് ചെയ്യിപ്പിക്കുക, ഒരു പ്രൊഡക്റ്റ് ആക്കി വർക്ക് ചെയ്യിപ്പിക്കുക. അവർക്കത് വേണമെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ഇൻഡസ്ട്രിയൽ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അവരുടെ പഠനത്തിന് തന്നെ അവർക്ക് പ്രോജക്റ്റുകൾ, മൈനർ പ്രോജക്റ്റ്, മേജർ പ്രോജക്റ്റുകൾക്ക് പോലുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും അവർ തന്നെ സ്വന്തമായി PCB നിർമ്മിക്കാനുള്ള ഒരു എബിലിറ്റി നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ലാലു സാറ് അത് കാണിച്ചിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അവരുടെ CET-യിലെ സ്റ്റുഡൻസ് ഒരു ഇലക്ട്രിക് കാറിന് അവർ തന്നെയാണ് ആ ഒരു PCB ഡിസൈൻ ചെയ്തത്. അതൊരു SMD ഒക്കെ ഉള്ള ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു PCB ആയിരുന്നു. നമ്മുടെ പോളിടെക്നിക് ലെവൽ അത്രയും ഇല്ലെങ്കിൽ പോലും അതിനോട് ഒത്തു നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം ചെറിയ സർക്യൂട്ടൊക്കെ നമുക്ക് ഇവിടെ മൈനർ പ്രോജക്റ്റ് ആയിട്ട്, മേജർ പ്രോജക്റ്റ് ആയിട്ടൊക്കെ ഇവർ ചെയ്യുന്നുള്ളൂ. അത്തരം സർക്യൂട്ടുകൾ പുറത്തൊന്നും പോയി ചെയ്യാതെ PCB ഒക്കെ സ്വന്തമായി തന്നെ ഡിസൈൻ ചെയ്ത് അവർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നാളത്തെ സെഷനിൽ PCB ഡിസൈനിങ് അല്ലാതെ അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് സോൾഡറിങ് കൂടെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സോൾഡറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിന് പറയാം. നമ്മുടെ ലാബുകളിലൊക്കെ എല്ലാവരും സോൾഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ നാളൊരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി അവർ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അവർക്ക് പാലിക്കേണ്ട രീതികൾ, ഒരു സോൾഡറിങ്ങിനെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം പഠിക്കാം. അത് നമ്മുടെ കുട്ടികളിലോട്ട് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഭാവിക്ക് അത് വളരെ നല്ല രീതിയിൽ അത് ഉതകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ സെഷൻ ഞാൻ തൽക്കാലം നിർത്തുവാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് സനൽ സാറ് സൂചിപ്പിക്കും. താങ്ക് യു. ഡിയർ ഫ്രണ്ട്സ്, ആഫ്റ്റർനൂൺ സെക്ഷൻ്റെ ഒരു സെക്ഷൻ നിങ്ങളിപ്പോൾ ലൈവായിട്ട് ഒരു PCB നമ്മളിവിടെ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ പ്രാകൃതമായ രീതിയിൽ ഇതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ട്രാക്കുകളൊക്കെ വരച്ച് ഇതുപോലെ PCBകളൊക്കെ കുട്ടികളൊട്ട് ഉണ്ടാക്കി സോൾവ് ചെയ്ത് നമ്മൾ മൾട്ടി ഫൈബ്രറ്റിന്റെ ഔട്ട്പുട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു മെഷീനിൽ എങ്ങനെയാണോ ഒരു പ്രോട്ടോടൈപ്പിംഗ് PCB, ഒരു ടെല്ലാക്കോളം വിലയുള്ള ഒരു PCB പ്രോട്ടോടൈപ്പിംഗ് മെഷീനിൽ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത്, ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്തൊരു PCB എങ്ങനെയാണോ ഒരു PCB ആക്കി മാറ്റുന്നത്, അത് വളരെ ലോ കോസ്റ്റിൽ നമ്മുടെ കോളേജിലൊക്കെ ചെയ്യാൻ പാകത്തിന് നിങ്ങളെ നിഷിൽ സാറ് പറഞ്ഞു തന്നു. ബാക്കിയുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെയൊക്കെയാണ് മെറ്റീരിയൽ കിട്ടുന്നത്. നാളത്തെ ക്ലാസ്സിൽ അതുപോലെ ഈ സെയിം മെത്തേഡിൽ തന്നെ ഡബിൾ സൈഡ് PCB, അവർക്കൊരു സംഭവമുണ്ട്. ഡബിൾ സൈഡ് PCB മെഷീനൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ കുട്ടികളെ എങ്ങനെ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും, അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെ വാങ്ങും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ കുറച്ചുകൂടെ പ്രിസിഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സൈഡ് PCB നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാളെ ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സെഷനിൽ ഒരു ടൂൾസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു സെക്ഷനായിട്ട് കാണിച്ചിട്ടില്ല. സോ
ഇന്നലെ അത്യാവശ്യം വേണ്ടുന്ന നമ്മുടെ ലാബുകളിലൊക്കെ ഇരിക്കുന്ന കുറച്ച് മെഷീൻസിനെ കുറിച്ചും കുട്ടികൾ എന്തൊക്കെ മെഷീൻ സ്വന്തമായിട്ട് വാങ്ങി വെക്കുന്നത് നല്ലതാണ് എന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഇന്നലെ ഇൻ കേസ് ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. സോൾഡറിങ് ആൻഡ് ഇത്തരത്തിലൊരു 25 വാട്ട്സിന്റെ ഒരു സോൾഡറിങ് ആൻഡ് വാങ്ങിച്ചാൽ നന്നായിരിക്കും. ദെൻ ഒരു ട്യൂസർ അത്യാവശ്യമായിട്ട് കുട്ടികൾ വാങ്ങിയാൽ നന്നായിരിക്കും. പിന്നെ അവരുടെ കൈവശം ഒരു നൈഫ് വേണം. ട്യൂസർ ഇതുപോലുള്ള ഒരു ട്യൂസർ മേടിച്ചാൽ കൊള്ളായിരിക്കും. ഇതുപോലെ അല്ലെങ്കിൽ ഇതൊക്കെ SMD ഡിവൈസിനൊക്കെ ഇങ്ങനെയുള്ള വേണ്ടി വരും. പിന്നെ അത്യാവശ്യം അവർ ഇതുപോലത്തെ മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പുള്ള ഒരു ട്യൂസർ മേടിച്ചാലും മതി. ദെൻ നമ്മളൊരു ഫ്ലക്സ് മേടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞായിരുന്നു, സോൾഡറിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. ഇന്നിപ്പോ സോൾഡറിങ് അയൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ, അത് ഹീറ്റ് ഉള്ള സംഭവമാണ്. അതിന്റെ കോഡ് വയർ ഉണ്ട്, അതിലൊക്കെ ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു സോൾഡറിങ്, ഇത് കുട്ടികളുടെ മേടിക്കാനല്ല പറയുന്നത്, നമ്മൾ സ്ഥാപനത്തിലൊക്കെ മേടിച്ചു വെച്ചേക്കുള്ള സോൾഡറിങ് സ്റ്റാൻഡ്. ഇത് വലിയ കോസ്റ്റ് ഒന്നും അല്ല, ഒരു 150 റുപ്പീസോളം പ്രൈസ് നമുക്ക് ഇത്തരത്തിലൊരു സോൾഡറിങ് സ്റ്റാൻഡ് വാങ്ങാൻ കിട്ടും. അപ്പൊ ലാബൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് അവര് ഹോട്ട് സോൾഡറിങ് അയൺ ഇങ്ങനെയുള്ള സോൾഡറിങ് ഇതുപോലെ ഒരു സോൾഡറിങ് സ്റ്റാൻഡിൽ ഇടുകയാണെങ്കിൽ കുറച്ച് അപകട സാധ്യതയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ സോൾഡറിങ് സ്റ്റാൻഡ്. പിന്നെ ഞാൻ ഇന്നലെ ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞു, വൈറ്റ് ഫ്ലക്സ്. ഇന്നലെ കാണാത്തവർക്ക് വേണ്ടിയാണ്. മാർക്കറ്റിൽ കിട്ടും, ഒരു 30 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് ഫ്ലക്സ് കിട്ടും. ഇതുപോലെ കിട്ടും. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം പറയുന്ന പറഞ്ഞാൽ ഇതിന്റെ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ചില കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടൽ, അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ചില ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നോ, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിന് കുന്തിരിക്കം. ഇതുപോലെ കുന്തിരിക്കം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് സോൾഡറിങ് പർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നന്നായിട്ടൊരു ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കൊണ്ട് ആ പോർഷൻ കുറച്ച് വാഷ് ചെയ്ത് കളയേണ്ടി വരും, അത്രേ ഉള്ളൂ. ചെറിയൊരു ബ്ലാക്ക് നിറമൊക്കെ കാണും, അത്രേ ഉള്ളൂ. എന്നാലും വലിയ അലർജി ഒന്നും ഇല്ലാതെ ഇത്തരം കുന്തിരിക്കം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു നല്ല രീതിയിൽ PCB ഒക്കെ സോൾഡർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണിത്. മാർക്കറ്റിൽ കിട്ടുന്നതാണ്, അധികം കോസ്റ്റ് ഒന്നുമില്ല. ഇതൊക്കെ ഒരു 700-800 റുപ്പീസിനൊക്കെ കിട്ടും. ഇതിനകത്ത് PCB ഹോൾഡറിങ് മെഷീനാണ്, PCB ഹോൾഡ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ലാബൊക്കെ ചെയ്യിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, കുട്ടികളെടുത്ത് ഇതുപോലൊരു PCB കൊടുക്കും. അതിൽ കമ്പോണൻസ് ഇൻസെർട്ട് ചെയ്യാൻ പറയും. ഇൻസെർട്ട് ചെയ്തതിന് ശേഷം അവര് ശരിക്കും ഈ സോൾഡറിങ് അയണിന്റെ ടിപ്പിലോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ള ഫ്ലക്സ് ഫ്യൂംസ് ആയിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് അവര് സോൾഡർ ഇതിനകത്തോട്ട് എടുക്കുന്ന സമയത്ത് ഫ്യൂംസ് ആയിട്ട് ഇതിലുള്ള ആ കോർഡ് ഫ്ലക്സ് എല്ലാം ഫ്യൂംസ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും നല്ലൊരു സോൾഡറിങ് ജോയിൻസ് കിട്ടത്തില്ല. അപ്പൊ ശരിക്കും അത് കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മൾ ആ ചെയ്യുന്ന പ്രാക്ടീസിന്റെ പ്രശ്നം കൊണ്ടും പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട PCB ഇതുപോലെ ഹോൾഡ് ചെയ്യാം. കമ്പോണൻസ് എല്ലാം ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ സൈഡിൽ നമുക്ക് സോൾഡറിങ് അയൺ ഇതുപോലെ സോൾഡറിങ് അയൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്താലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബെറ്റർ ആയിട്ട് നല്ലൊരു സോൾഡറിങ് ജോയിൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം അവർ കമ്പോണൻസ് ഒക്കെ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നാളെ സോൾഡറിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ വിശദമായ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. ഇതുപോലെ സോൾഡറിങ് എവിടെയാണോ സോൾഡർ ചെയ്യേണ്ടത് ആ പോയിന്റ്സിൽ നമുക്ക് ഇതുപോലെ 45 ഡിഗ്രിയിൽ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സോൾഡർ വെച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ ഫ്ലക്സും സോൾഡറും അവിടെ എത്തുകയും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സോൾഡറിങ് ജോയിൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. അപ്പൊ അത്യാവശ്യം ഇത് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഈ ഒരു PCB ഹോൾഡറിങ് മെഷീന് ഒരു 800 റുപ്പീസ് ഒക്കെ ഇതിന് വിലയുള്ളൂ. ഇത് വിത്ത് ലെൻസ് ആണ്, ലെൻസ് ഇല്ലാത്തത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ലാബിൽ ഇതൊക്കെ ഓരോന്ന് വാങ്ങിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അതായത് ടിങ്കറിംഗ് ലാബിൽ ഇതൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ
കൊള്ളാമായിരിക്കും. അടുത്ത മറ്റൊരു മെഷീനെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് ഇൻഡസ്ട്രിയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു IOC ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് നമുക്ക് ഉള്ളത് കൊണ്ട് ഈ മെഷീൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ. ഇതെന്ന് വെച്ചാൽ ഒരു സോൾഡറിങ് പോട്ട് എന്ന് പറയും. സോൾഡറിങ് പോട്ട്. ഈ പോട്ടില് നമ്മൾ സോൾഡറിന് പകരം സോൾഡർ സ്റ്റിക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. ഓൺലൈനിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റിക്ക് പോലെ സ്കെയിലിന്റെ ഷേപ്പിൽ ഒരു നമ്മുടെ എറൈസറിന്റെ ഒക്കെ വലിപ്പത്തിൽ നമുക്കൊരു 30 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ സോൾഡർ ബാർ എന്നും പറയും. സോൾഡർ ബാർ എന്ന് പറയും. സോൾഡർ ഒരു സ്ക്വയർ റോഡ് പോലെ ഇരിക്കും. സോൾഡർ സ്റ്റിക്ക്. അപ്പൊ സോൾഡർ സ്റ്റിക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ കറണ്ടിൽ കൊടുത്തതിന് ശേഷം കറണ്ടിൽ കൊടുത്ത് നമുക്ക് ആവശ്യമായ ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഓൺ ചെയ്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പോട്ടിനകത്ത് സോൾഡർ ബാർ അല്ലെങ്കിൽ സോൾഡർ സ്റ്റിക്ക് ഒടിച്ച് ഇട്ട് കൊടുക്കും. ഇട്ടുകൊടുക്കുമ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് ആ സ്റ്റിക്ക് മെൽറ്റായി മോട്ടൽ സോൾഡർ അതിനകത്ത് നിൽക്കും. അപ്പൊ അവിടെ ഉള്ള ചെയ്യാനുള്ള അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വയറോ അതുപോലെ തന്നെ റെസിസ്റ്ററുകൾ ഇതൊക്കെ നമ്മൾ ഓരോ റെസിസ്റ്ററും എടുത്ത് അതിന്റെ ലീഡ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നൈഫ് ഉപയോഗിച്ച് ഇതൊക്കെ നൈഫ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് പറയുന്നതാണ്. ശരിക്കും നൈഫിനെക്കാളും ബെറ്റർ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് സ്റ്റീൽ വോൾ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം. സ്റ്റീൽ വോൾ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്നത് ഓരോ കമ്പോണൻസിനെയും എടുത്ത് നമ്മളിങ്ങനെ നൈഫ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് പിന്നെ അതിനെ ടിൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. നമുക്കതിനുള്ള ടൈമില്ല. ഒരു ഇൻഡസ്ട്രി ആകുമ്പം അതിനുള്ള ടൈമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ പിന്നെ മറ്റൊന്ന് തിക്നെസ്സും കുറയും. ലീഡിന്റെ ഒക്കെ തിക്നെസ് കുറയും. അപ്പൊ ഒരു ശരിക്കും ഒരു കൊറോസീവ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് ലീഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീൽ വൂൾ യൂസ് ചെയ്യും. സ്റ്റീൽ വൂൾ ഉപയോഗിച്ച് ഇതിനെ ക്ലീൻ ചെയ്യും. അപ്പൊ അതും വെറുതെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10ഉം 20ഉം റെസിസ്റ്റർ ഒരുമിച്ച് പിടിച്ചിട്ട് ഞാൻ സോൾഡറിംഗ് പോർട്ടിന്റെ ആവശ്യം പറയുന്നത് ഒരു 10ഉം 20ഉം റെസിസ്റ്റർ ഒരുമിച്ച് ഒരു സൈഡിൽ പിടിച്ചിട്ട് മറന്റ് ഒരുമിച്ച് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പറയുന്നത് സാധാ ഫ്ലക്സ് അല്ലേ. ഇതല്ലാതെ ആസിഡ് ഫ്ലക്സ് എന്നും നോ ക്ലീൻ ഫ്ലക്സ് എന്നും പറഞ്ഞിട്ട് ഫ്ലക്സുകൾ അവൈലബിലിറ്റി ഉണ്ട്. നോ ക്ലീൻ വേണമെങ്കിൽ എഴുതി വെക്കുക. നോ ക്ലീൻ ഫ്ലക്സ്. നോ ക്ലീൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കൊറോസീവ് ആയിട്ടിരിക്കുന്ന കമ്പൗണ്ട് പോലും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് സ്റ്റീൽ വൂൾ ഉപയോഗിച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റീൽ വൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ കൊറോഷൻ മാറ്റിയതിനു ശേഷം ആദ്യം എന്താ ചെയ്യുന്നത്, ഈ നമ്മുടെ കൈവശം ഇപ്പോൾ ഒരു 20 നമ്പേഴ്സ് റെസിസ്റ്റർ ആണ് ഇരിക്കുന്നതെങ്കിൽ 20 നമ്പേഴ്സ് റെസിസ്റ്ററും ഒരുമിച്ച് നോ ക്ലീൻ ഫ്ലക്സിൽ ഇമേഴ്സ് ചെയ്യും. നോ ക്ലീൻ ഫ്ലക്സിൽ ഇമേഴ്സ് ചെയ്തതിന് ശേഷം ഈ മോൾട്ടൺ സോൾഡർ, ഈ പോർട്ടിനകത്ത് മോൾട്ടൺ സോൾഡർ ആണ്. അപ്പം ഈ 20 റെസിസ്റ്റൻസിന്റെയും ലീഡ് ഒരുമിച്ച് മോൾട്ടൺ സോൾഡറിൽ ഇമേഴ്സ് ചെയ്യും. ജസ്റ്റ് അങ്ങ് എടുക്കും. അപ്പൊ തന്നെ നമുക്ക് എത്രയോ ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയുള്ള മെഷീനാണ് സോൾഡറിംഗ് പോട്ട്. പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു കണക്ടറൊക്കെ ഉണ്ടാക്കാം. മെയിൽ ഫീമെയിൽ കണക്ടറൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അത് ഇതുപോലെ തന്നെ ഒത്തിരി വയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വയേഴ്സിനെ ഓരോ വയറിനെയും സ്ട്രിപ്പ് ചെയ്ത് അതിൻ്റെ ക്ലീൻ ചെയ്ത് അതിനെ ടിൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാ സോൾഡർ വയറാണെങ്കിൽ ഒത്തിരി സമയം അതിന് വേണ്ടി എടുക്കും. അതിന് പകരം ഈ മോൾട്ടൺ സോൾഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ടിന്നിങ് പ്രോസസ്സ് വളരെയധികം ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോൾഡറിംഗ് പോട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വലിയ കോസ്റ്റ് ഒന്നുമില്ല. 1000 റുപ്പീസിനോളം ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്, സോൾഡറിംഗ് പോട്ട്. അപ്പോൾ ഒരു സോൾഡറിംഗ് ലാബ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ കുറേ പ്രോഡക്റ്റ് കൂടെ വാങ്ങിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡീസോൾഡറിംഗ് പമ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഡീസോൾഡറിംഗ് പമ്പ്. അപ്പൊ ഡീസോൾഡറിംഗ് പമ്പിന്റെ ആവശ്യവും പറഞ്ഞു. നമുക്ക് സാധാരണ ഒരു റെസിസ്റ്ററൊക്കെയാണ് ഒരു സർക്യൂട്ട് ബോർഡിൽ ഒരു റെസിസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്താൽ മതിയെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ ഡീസോൾഡറിംഗ് പമ്പിന്റെ ഒന്നും ആവശ്യമില്ല. സോൾഡറിങ് ചെയ്യാൻ ഒരു 2 സെക്കൻഡ് സോൾഡറിങ് ചെയ്യാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഒരു സൈഡ് ബെൽറ്റ് ആവും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഇളകി വരും. പിന്നെ അവിടെ പിടിച്ചുകൊണ്ട് വീണ്ടും അടുത്ത് ചൂടാക്കുമ്പോൾ അടുത്ത ആ ലീഡ് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ റെസിസ്റ്ററോ കപ്പാസിറ്ററോ ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതുപോലൊരു IC ആണെങ്കിലോ ഇവിടെ തന്നെ ഒരു 4 സോൾഡറിംഗ് ജോയിന്റ്സ് ഉണ്ട്. ഇവിടെ തന്നെ ഒരു 4 സോൾഡറിംഗ്, ടോട്ടൽ 8 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു സോൾഡറിങ് ഒരു
സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ മെൽറ്റ് ചെയ്തിട്ട് ഈ ഐസിയെ നമുക്ക് ഡാമേജ് ആവാതെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ഈ സോൾഡറിങ് വെച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റും? ഞാൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു തിൻ ലെയർ, ആ ട്രാക്കിന്റെ ഒക്കെ ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 30 to 40 മൈക്രോമീറ്റർ ആണ്. വളരെ വളരെ ചെറിയ ഒരു തിക്നെസ്സേ ഉള്ളൂ, ഒരു പേപ്പറിന്റെ തിക്നെസ്സേ ഉള്ളൂ. ഇപ്പൊ ചൂടടിക്കുമ്പോൾ ആ പേപ്പർ ഫിനോളിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലാസ് എപ്പോക്സിയിൽ നിന്നോ ഈ ട്രാക്ക് കമ്പോണന്റിൽ ചൂട് കൊടുക്കുമ്പോൾ തന്നെ ട്രാക്ക് ഇളകി പോകാനോ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോൾഡർ വിക്ക്. ഇന്നലെ ഈ സൂചിപ്പിച്ച സംഭവമാണ് സോൾഡർ വിക്ക്. ഇതാണ് സോൾഡർ വിക്ക് എന്ന് പറയുന്നത്. ഷീൽഡ് വയർ, ഇതൊരു ഷീൽഡ് വയറാണ്. ശരിക്കും നമുക്കിനെ അഡ്ജസ്റ്റ് ചെയ്തതിന് വലുതാക്കാൻ സാധിക്കും. ഷീൽഡ് വയർ, ഇതുപോലത്തെ ഷീൽഡ് വയർ ഫ്ലക്സ് ഇവേഴ്സ് ചെയ്തതിന് ശേഷം ഈ ഏത് ഐ സി ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഐ സിയുടെ ഒരു സൈഡിലുള്ള ആ ട്രാക്കിലോട്ട് വയ്ക്കുക. വെച്ച ശേഷം സോൾഡറിങ് ആൻഡ് ഹോട്ടായിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് നാളത്തെ ക്ലാസ്സിൽ കാണിച്ചു തരും. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സോൾഡറിങ് ആൻഡ് ടിപ്പ് ആദ്യത്തെ പിന്നിൽ വയ്ക്കുമ്പോൾ അതിലുള്ള സോൾഡർ, മോൾട്ടൺ സോൾഡർ ഈ ഷീൽഡ് അബ്സോർവ് ചെയ്യും. അങ്ങനെ തൊട്ടടുത്ത ലെഗ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഷീൽഡിനെ നീക്കി വയ്ക്കുക. നീക്കി വയ്ക്കുന്ന സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ള മോൾട്ടൺ സോൾഡറും കൂടെ അബ്സർവ് ചെയ്യും. അങ്ങനെ രണ്ട് സൈഡും ആയി കഴിയുമ്പോൾ ശരിക്കും 100% നമ്മുടെ ഈ ഐ സി ഫ്രീ ആയി. ആ ഐ സിയെ നമ്മൾ ട്യൂസർ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ PCB ഡാമേജ് ആകുന്നില്ല, നമ്മുടെ ഈ കമ്പോണന്റും ശരിക്കും ഡാമേജ് ആകുന്നില്ല. അടുത്ത് വേറെ ഒന്ന് പ്ലേസ് ചെയ്യുക, നമുക്ക് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷീൽഡ് വയർ. ഇതൊക്കെ ഒരു 2-3 മീറ്ററൊക്കെ കോളേജിലൊക്കെ മേടിച്ച് വെച്ചിട്ട് കുട്ടികളെ ഇതൊക്കെ പറയാൻ കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്. നമ്മൾ 2021 റിവിഷനിൽ തന്നെ PCB ഫസ്റ്റ് ഇയർ ഉൾപ്പെടുത്തിയതിന്റെ കാരണം പറഞ്ഞു നമുക്ക് കുട്ടികൾ ഇത് ഫസ്റ്റ് ഇയർ പഠിച്ചാൽ മാത്രമേ അവരുടെ ബാക്കിയുള്ള മൈനർ പ്രോജക്റ്റും ഫൈനൽ പ്രോജക്റ്റ് ഒക്കെ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ല നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താ? ഈ കുട്ടികൾ ആരെയെങ്കിലും സമീപിക്കുന്നു, ഇതറിയാവുന്നവര് സംഭവം ചെയ്തു കൊടുക്കുന്നു, അവർ ആർട്ടിഫിഷ്യലായിട്ട് അവർ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് അതിന് കാരണം കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇതൊക്കെ യൂട്യൂബ് നോക്കിയും അല്ലാതെ എല്ലാം നോക്കിയും എല്ലാം അവർക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് അവർ മേടിക്കും. അത് പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ ഈ വർക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ നേരത്തെ നിശ്ചയ സാർ നിങ്ങൾക്ക് ഒരു PCB ചെയ്ത് കാണിച്ചു, ലൈവായിട്ട് നിങ്ങളുടെ മുന്നേ വെച്ച PCB ചെയ്തത്. അപ്പൊ ശരിക്കും നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു PCB ഒരു കുട്ടി ചെയ്യുന്നത് കണ്ടാൽ ആ കുട്ടി അതിലും വലിയ PCB അവർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ സോഴ്സുകൾ എവിടെയൊക്കെയാണ് ഈ സാധനം കിട്ടുന്നത് എന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ അവരുടെ മൈനർ പ്രോജക്റ്റും അവരുടെ ഫൈനൽ പ്രോജക്റ്റ് ഒക്കെ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യും. ഇത് ചെയ്യാനുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുട്ടികൾ ഒരു പ്ലേസ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് അവിടെ പലരും ആ ഒരു ഇൻഡസ്ട്രി ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സോൾഡറിങ് ആൻഡ് പോലെ കാണുന്നത്. അവര് ശരിക്കും ഒരു ഇൻഡസ്ട്രി പോകുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നത്. നമ്മളിവിടെ ഒരു പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ അത്യാവശ്യം ഇങ്ങനെയുള്ള ടൂൾസുകളൊക്കെ മേടിച്ച് കുട്ടികളെ കാണിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കഴിവതും അങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്ന് വയർ സ്റ്റിപ്പർ. ഇത് വലിയ കോസ്റ്റുള്ള വയർ സ്റ്റിപ്പർ ഒന്നുമല്ല. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ 2-3 സ്ഥാപനങ്ങളിലേക്കെയോ ഇങ്ങനെയുള്ള വയർ സ്റ്റിപ്പ് കാണാൻ സാധ്യതയുള്ളൂ. ഇതൊരു 250 റുപ്പീസിന് കിട്ടുന്ന വയർ സ്റ്റിപ്പറാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികളെ ഒരു 60 രൂപ 50 രൂപയുടെ വയർ സ്റ്റിപ്പർ വെച്ചിട്ട് വയർ സ്റ്റിപ്പ് ചെയ്ത് കാണിക്കുന്നു. അവർ സ്റ്റിപ്പ് ചെയ്യുമ്പോൾ വയർ പൊട്ടിപ്പോകുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത്തരം വയർ സ്റ്റിപ്പർ ഇത് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സിംഗിൾ സ്റ്റാൻഡ് വയറാണ്. അറിയാലോ, സിംഗിൾ സ്റ്റാൻഡ് വയർ. അപ്പൊ ഈ സിംഗിൾ സ്റ്റാൻഡ് വയർ ഇവിടെ ഈ പോർഷൻ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്താ ചെയ്യുന്നത്? അതിന്റെ ആ എൻഡ് എത്ര mm ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഈ പോർഷനിൽ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റിയതിനു ശേഷം ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഉണ്ടോ? ഒരു സ്റ്റാൻഡ് പോലും പൊട്ടാതെ നമുക്ക് ആ ഒരു ഇൻസുലേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് അവര് ബ്രെഡ് ബോർഡിൽ വെച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ പക്ക നേരത്തെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കോളേജുകളിലൊക്കെ ഇത്തരം വയർ സ്റ്റിപ്പർ, ഇത് പറയുന്നത് ഓട്ടോമാറ്റിക് വയർ സ്റ്റിപ്പർ എന്ന് പറയും. ഓട്ടോമാറ്റിക് വയർ സ്റ്റിപ്പർ ഒരു 250 റുപ്പീസിന് ഈ സ്റ്റിപ്പർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അത്യാവശ്യം കുറച്ച് ടൂൾസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും വേറെ ഉണ്ട്. നമുക്കിപ്പോ ബൾക്കായിട്ട് PCB ഒക്കെ ഉണ്ടാക്കി വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതൊന്നും അല്ലാതെ സോൾഡറിങ് ബാത്ത് എന്ന് പറയും.
അതൊന്നും നമ്മുടെ കോളേജിലും ഇല്ല. സോൾഡറിങ് ബാത്ത്. അപ്പൊ ഇതുപോലെ PCB ഹോൾഡറിൽ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള കമ്പൗണ്ട്സുകൾ, നേരത്തെ നിസ്സാർ പറഞ്ഞ പോലെ 6 ആംസിന്റെ ഡയോഡ്, എന്തെങ്കിലും ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള ഹീറ്റ് കൂടുന്ന സാധനങ്ങൾ മാത്രം ഹാൻഡ് സോൾഡ് ചെയ്യും. ബാക്കിയുള്ള ICസും ബാക്കിയുള്ള റെസിസ്റ്ററുകൾ, കപ്പാസിറ്റർ എല്ലാം മൗണ്ട് ചെയ്തതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സോൾഡറിങ് പോർട്ടല്ലേ, അതിന് പകരം സോൾഡറിങ് ബാത്ത് ആണ്. ഏകദേശം നമ്മൾ ഒരു ഡെസ്കിന്റെ ഒക്കെ വലിപ്പത്തിലുള്ള ഇതിപ്പം റൗണ്ട് ആയിട്ടിരിക്കും, അത് ശരിക്കും റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാത്താണ്. ഈ ബാത്തിലും അതുപോലെ തന്നെ സോൾഡറിങ് സ്റ്റിക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിങ്ങനെ മെൽറ്റായി മോൾട്ടൺ സോൾഡർ ഇങ്ങനെ ഒരു മോൾട്ടൺ സോൾഡർ ഇങ്ങനെ ലെയർ ആയിട്ടിരിക്കും. അപ്പൊ അതിന്റെ ടോപ്പില് ചെറിയ പുള്ളികളും ചെയിനൊക്കെ കാണും. ആ ചെയിനിൽ നമ്മൾ PCB ഹോൾഡ് ചെയ്യും. അതിനുശേഷം വളരെ സ്ലോയില് ആ മോൾട്ടൺ സോൾഡറിന്റെ മേലിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പൊ അത് മോൾട്ടൺ സോൾഡറിന്റെ ടോപ്പിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഫ്ലക്സ് ഉണ്ട്, ഒരു ഫ്ലക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ ഫ്ലക്സ് സ്പ്രേ ചെയ്യും, ദെൻ മൂവ് ആവും. ലാസ്റ്റിൽ നമുക്ക് നല്ലൊരു PCB നമുക്ക് ഒത്തിരി അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഒത്തിരി PCB ഉണ്ടാക്കിയെടുക്കാം. അതിന് പറയുന്നത് സോൾഡറിങ് ബാത്ത്. അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്. കോളേജിൽ നമ്മുടെ ബഡ്ജറ്റിൽ മേടിച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം കുറച്ച് ടൂൾസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറച്ച് ഇൻഡസ്ട്രി ലെവലില് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നാളെ മോർണിംഗ് രാവിലത്തെ പോലെ സോഫ്റ്റ്വെയർ ആണ്. എല്ലാവരും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. സാറേ, അവിടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്? ഞങ്ങളുടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൽ ഇവിടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിലബസ് ഓറിയന്റഡ് സാധനമാണ്. നമ്മുടെ FEEE ലാബിന് വേണ്ടുന്ന എക്വിപ്മെന്റ്, ദാറ്റ് മീൻസ് ഡെമോൺസ്ട്രേഷൻ കിറ്റ്, ഇലക്ട്രിക്കൽ ഡെമോൺസ്ട്രേഷൻ കിറ്റ് എന്നാണ് ഞങ്ങൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയതാണ്. ഞങ്ങൾ ഒത്തിരി കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നമ്മുടെ കോളേജ് അല്ലാതെ ശരിക്കും നമ്മുടെ കോളേജിന് വേണ്ടിയാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്, നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയത്. എങ്കിലും നമ്മുടെ പർച്ചേസ് സംബന്ധമായ സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒത്തിരി പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച് മൂവ്മെന്റ് ഒന്നും ആയില്ല. ലാസ്റ്റ് ഇതെല്ലാം മാർച്ച് 30-ആം തീയതിയൊക്കെ ആയപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ ഒരു 40ഓളം പ്രോഡക്റ്റുകൾ നമ്മൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് കൊടുത്തു. അവർക്ക് അവരുടെ പ്രൈംശ്രീ പദ്ധതിയിൽ ലാബ് മോഡേണൈസേഷന് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വേണമായിരുന്നു. ഇപ്പൊ കേരളത്തിൽ 2-3 കോടികളിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ പറഞ്ഞതാണ് ഇലക്ട്രിക്കൽ ഡെമോൺസ്ട്രേഷൻ കിറ്റ്. അത് മേടിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മാത്രം നമ്മൾ മാനുവലായിട്ട് ചെയ്താൽ മതി. അതായത് ഒരു സ്വിച്ച് കത്തിക്കുന്നുണ്ടല്ലോ, സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ടോ, ആ ഒരെണ്ണം മാത്രം കുട്ടികളെ ചെയ്യിച്ചാൽ മതി. ബാക്കിയെല്ലാം സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, നാളെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ പ്രോഡക്റ്റ് നാളെ ഇതിനകത്ത് ഇടാം. അതായത് ഇലക്ട്രിക്കൽ ഡെമോൺസ്ട്രേഷൻ കിറ്റ്. അത് ഇലക്ട്രോണിക്സിന് മാത്രമല്ല, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, മെക്കാനിക്കൽ, അത്യാവശ്യം അലൈഡ് ബ്രാഞ്ചുകൾക്കെല്ലാം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ബ്രാഞ്ചിനും, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാ ബ്രാഞ്ചിനും ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു FEEE ലാബ്. ഒരു 13,500 അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ട്രെയിനർ കിറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് എനർജി മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, അമീറ്റർ ഉണ്ട്, എല്ലാം സ്റ്റാൻഡേർഡ് കമ്പൗണ്ട്സുകളാണ്. മെക്കോയുടെ മീറ്ററുകളൊക്കെയാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ തന്നെ ലാബായ ഹാർഡ്വെയർ ലാബില് 2021 റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, UPS. നമുക്കറിയാലോ നമ്മുടെ കോളേജുകളിലൊന്നും സോളാർ പാനൽ ഇല്ല. സോളാർ പാനലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ഇല്ല. അപ്പൊ നമ്മളിപ്പോൾ അതിനകത്തൊരു ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സോളാർ പാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ചാർജ് കൺട്രോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സിലബസ് ഉണ്ടാക്കിയ സാറ് ഏതൊക്കെ എക്സ്പെരിമെന്റ് ആണോ ഉദ്ദേശിക്കുന്നത്, എഫിഷ്യൻസി, നോ ലോഡ്, ഫുൾ ലോഡ്, അങ്ങനെയുള്ള അത് ഞങ്ങൾ അതിനു വേണ്ടി ഒരു ലാബ് മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്യുപ്മെന്റ്സ് വാങ്ങുന്നവർക്ക് നമ്മൾ ആ ലാബ് മാനുവലും കൊടുക്കും. ലാബ് മാനുവലും ആ എക്യുപ്മെന്റും ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ആ സെക്ഷൻ, ആ ഒരു ടോപ്പിക് എല്ലാം എടുക്കാൻ പറ്റും. 14,500 ആ പ്രോഡക്റ്റിന് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. GST ബില്ലോട് കൂടിയാണ് കൊടുക്കുന്നത്. നമ്മുടെ കോളേജിന്റെ IOCയുടെ ശരിക്കും ഗവൺമെന്റ് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് ആ ഫോർമാലിറ്റി വേണം.
ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയാൻ നേരത്തെ ഒരു PCB കാണിച്ചായിരുന്നല്ലോ, മൾട്ടി ഔട്ട്പുട്ട് പവർ സപ്ലൈ. അത് ലോ കോസ്റ്റാ, ഒരു 2750 രൂപയേ ഉള്ളൂ. അതിനകത്ത് +5 വോൾട്ട്. നമ്മുടെ ലാബുകൾ LIC ലാബ് ചെയ്യിക്കാൻ പറ്റും, സർക്യൂട്ട് ലാബ് ചെയ്യിക്കാൻ പറ്റും. വേരിയബിൾ ഒന്നും അല്ല, ഒരു +12 -15 +50 +5 അതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി +5 വോൾട്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ സാർ. അപ്പൊ എല്ലാവർക്കും നന്ദി. Thank you, Sanil sir. Also, well done, Nishil, for your wonderful section. Dear participants, our next day morning session will start at 9:30 a.m. All are requested to be ready with your computer. Also, don't forget to submit your feedback for this session. Thank you all. See you tomorrow. Have a great day.